ഞാൻ പഠിച്ചതനുസരിച്ച്. ഓക്കെ, സ്തോത്രം. എന്നാണുദയം ഇരുളാണുലകിൽ നീതി സൂര്യ, എന്നാണുദയം ഓമന പുലരി പൊന്നൊളി വിതരാൻ, ഓമന പുലരി പൊന്നൊളി വിതരാൻ താമസമിനി വരുമോ, ഓ താമസമിനി വരുമോ, എന്നാണുദയം ഇരുളാണുലകിൽ നീതി സൂര്യ, എന്നാണുദയം കുരിശിനൊളിയേ കൃപകൾ വിതറും സ്നേഹക്കതിരേ, കുരിശിനൊളിയേ കുരിശിനൊളിയേ കൃപകൾ വിതറും സ്നേഹക്കതിരേ, കുരിശിനൊളിയേ പാരിലെ പാപ പാരിലെ പാപ കൂരിരുളകലാൻ വേറൊളിയൊന്നുമില്ലായേ, വേറൊളിയൊന്നുമില്ലായേ, എന്നാണുദയം ഇരുളാണുലകിൽ നീതി സൂര്യ, എന്നാണുദയം ഉലകജനങ്ങൾ കലഹജലത്തിൽ മുഴുകി മുഴുവൻ, ഉലകജനത ഉലകജനങ്ങൾ കലഹജലത്തിൽ മുഴുകി മുഴുവൻ, ഉലകജനത ദൈവിക ചിന്ത ദൈവിക ചിന്ത ഹീനരായ ജനത അന്ധരായി വലഞ്ഞിടുന്നേ, അന്ധരായി വലഞ്ഞിടുന്നേ, എന്നാണുദയം ഇരുളാണുലകിൽ നീതി സൂര്യ, എന്നാണുദയം ദൈവജനവും നിലകാത്തിടാതെ വീണുപോയി, ദൈവജനത ആദിമസ്നേഹം ആദിമസ്നേഹം ആരിലും കുറവായി നാണയക്കൊതിയേറെയായി, നാണയക്കൊതിയേറെയായി, എന്നാണുദയം ഇരുളാണുലകിൽ നീതി സൂര്യ, എന്നാണുദയം ജീവജലമേ നിറവായൊഴുകും ജീവനദിയേ, ജീവജലമേ ചുടുവെയിലുലകിൽ ചുടുവെയിലുലകിൽ നീയകം കുളിർത്താൽ ദാഹഭൂമിനില്ലായേ, ദാഹഭൂമിനില്ലായേ, എന്നാണുദയം ഇരുളാണുലകിൽ നീതി സൂര്യ, എന്നാണുദയം ചുടുവെ ഓമന പുലരി പൊന്നൊളി വിതരാൻ, ഓമന പുലരി പൊന്നൊളി വിതരാൻ ദാഹഭൂമിനില്ലായേ, താമസമിനി വരുമോ, എന്നാണുദയം ഇരുളാണുലകിൽ നീതി സൂര്യ, എന്നാണുദയം. പ്രൈസ് ദി ലോർഡ്. പഴയ ഗാനം
പാടി സ്തുതിപ്പാൻ പ്രിയ സ്വസ്ഥതയും ബലപ്പെടുത്തിയല്ലോ. ഏറ്റവും മനോഹരമായിരുന്നു. നല്ല അർത്ഥവത്തായ ഒരു ഗാനം. ദൈവമക്കളുടെയും ലോകത്തിന്റെയും വ്യത്യസ്തമായ അവരുടെ സ്വഭാവങ്ങളെ അനുഭവങ്ങളെ വേർതിരിച്ചറിയിക്കുന്ന ഒരു ഗാനം. ലോകം ഇരുണ്ട അനുഭവത്തിൽ, അന്ധകാരം പൂണ്ടുകിടക്കുന്ന ലോകത്തിൽ നീതിസൂര്യനായ കർത്താവിൻ്റെതായ വരവിനെ നോക്കി പാർക്കുന്ന ഒരു കൂട്ടം ജനവും, അതിന് മധ്യത്തിൽ നമുക്ക് ആ ഇരുളേറിയ ലോകത്തിൽ ഒരു വെളിച്ചമായി പ്രകാശിക്കുവാൻ നമ്മെ ഓരോരുത്തരും ദൈവം സഹായിക്കട്ടെ. പാട്ടുപാടി സഹായിച്ച സിസ്റ്ററുടെ നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് നമുക്കൊരു പാട്ടും കൂടെ പാടി നമുക്ക് സന്തോഷിക്കാം. എത്ര പാട്ട് കേട്ടാൽ നമുക്ക് മതി വരത്തില്ല. നമുക്ക് സന്തോഷിക്കുന്ന ഒരു അനുഭവം. നമ്മുടെ ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഗോഫുൾ കുടുംബത്തിന്റെ ചീഫ് അഡ്മിൻ ആയിരിക്കുന്ന നമ്മുടെ സോയ് മാമ മനോഹരമായ ഒരു ഗാനം പാടും. ചേർന്ന് നമുക്ക് പാടി ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സമയമില്ലാത്തത് കൊണ്ട് എന്നാ പാട്ട് ഒരെണ്ണം ആക്കാന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, നല്ല ഒരു പാട്ടോടെ പാടിയേക്കാം അല്ലേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ, ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ, ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഗേദസമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ, അതിദാരുണമാം കാൽവരി മാലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ, അതിദാരുണമാം കാൽവരി മാലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. എനിക്കായി മാരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിൽ എന്തു നീ കണ്ടേശുവേ, എനിക്കായി മാരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിൽ എന്തു നീ കണ്ടേശുവേ, ഒരു മാന്യതയും പറയാനില്ല, ദയൊന്നു മാത്രം യേശുവേ, ഒരു മാന്യതയും പറയാനില്ല, ദയൊന്നു മാത്രം യേശുവേ. അങ്ങേ സേവിക്കുവാൻ, അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ, കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ, കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഗാനം നമ്മുടെ ജീവിത അനുഭവമായിപ്പോ സോയിമാമ പാടിയത്. കൃപയാൽ 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 ഒരു മാന്യതയും ഇല്ല, ഒരു യോഗ്യതയും ഇല്ലാതെ നമ്മെ തെരഞ്ഞെടുത്ത്. ഒത്തിരി ഒത്തിരി പറയുവാനുണ്ട്. ഈ പാട്ട് കേട്ടപ്പോ ഒന്നും പറയാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതവിടെ നിർത്തുകയാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു പാട്ടാണ് സ്തോത്രം. കാരണം നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാണ് പാട്ടിലൂടെ വെളിപ്പെടുത്തിയത്. സോമാമയുള്ള നന്ദി അറിയിക്കും. തുളുന്നുള്ളത് നിമിഷം 45 മിനിറ്റ് പ്രിയ റെനി ഷാജി സിസ്റ്ററിന് സാക്ഷ്യം പറയുവാനുള്ള സമയമാണ്. കർത്താവിന്റെ മകള് താൻ ജീവിതത്തിൽ അനുഭവിച്ചതും താനിപ്പോ കടന്നു പോകുന്ന അനുഭവങ്ങളും എല്ലാം തന്റെ ജീവിത അനുഭവത്തിലൂടെ അവയെ നമ്മുടെ മുമ്പിൽ നിന്ന് വൈകിയ സമയം പറയുവാൻ തക്കണം. പ്രിയ റെനി ഷാജി സിസ്റ്ററെ ഈ സമയത്തിൽ വളരെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. വേറെ ആരും സംസാരിക്കുന്നു. എൽസി ആന്റി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയ എല്ലാരും പ്രത്യേകം എൽസി ആന്റി ഓർത്ത് പ്രാർത്ഥിക്കണം. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആ വിഷയം അല്പനിമിഷം പ്രാർത്ഥിക്കാം. ഇത് കഴിഞ്ഞിട്ട് കേട്ടോ. പിന്നെ റെനിയെ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. റെനിയെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമില്ല, അതുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞോട്ടെ. റെനി നമ്മുടെ ഹോപ്പ് മിനിസ്റ്ററുടെ ഒരു ഭാഗമാണ്. കുറച്ച് നാളുകളായിട്ട് എനിക്ക് റെനിയെ ഇങ്ങനെ സൂമിലൂടെ മാത്രമേ അറിഞ്ഞുള്ളൂ. ഇടയ്ക്ക് ഞങ്ങൾ സംസാരിക്കാറുണ്ട്.
എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ റിനി സാക്ഷ്യം പറയുന്ന കാര്യം മുമ്പ് ഞാൻ ഇതുപോലെ പറഞ്ഞു. അന്ന് റിനിക്ക് ഭയങ്കര മടിയായിരുന്നു, കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു മീഡിയയിൽ സാക്ഷ്യം പറയുന്നത്. സഭകളിൽ സഭയെ മാത്രമേ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ മോളെ 1/2 മണിക്കൂർ സാക്ഷ്യം എന്നോട് പറഞ്ഞില്ല ആന്റി, എനിക്ക് അത് കുളിച്ചപ്പോൾ സമയം വേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞു റിനിക്ക് ആവശ്യത്തിന് സമയം എടുക്കാം, കാരണം നമ്മുടെ കൂട്ടായ്മയാ. അതുകൊണ്ട് റിനി ആദ്യമായിട്ട് ആ സാക്ഷ്യം പറയുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം. വളരെ ശക്തമായ ഒരു ദൈവദാസന്റെ ഭാര്യയാണ് അദ്ദേഹം. ഈ ലോകത്ത് മറ്റു സാക്ഷ്യത്തിലൂടെ അതെല്ലാം പറയും. ഓക്കെ, എല്ലാവരും റിനി ഓർത്ത് പ്രാർത്ഥിക്കണം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു മോളെ. സാക്ഷ്യം പറഞ്ഞോളൂ. പ്രൈസ് ലോർഡ്. താങ്ക് യു ആൻറ്റി. പ്രൈസ് ലോർഡ്. ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഹോപ്പുൾ മിനിസ്ട്രിയിലുള്ള എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇങ്ങനെ എനിക്കൊരു അവസരം ഒരുക്കി തന്ന പ്രിയ സോഫി ആൻറ്റിയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രിയ ആൻറ്റി പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ സാക്ഷ്യം ഇങ്ങനെ പറയുന്നത്. എന്നാൽ ദൈവം എന്നെ നടത്തിയ വിധങ്ങളെ, ഞാൻ കടന്നുപോയ പ്രതിസന്ധികൾ തളർന്നു പോകാതെ എന്നെ കരം പിടിച്ച് നടത്തി എൻ്റെ ദൈവത്തെ പ്രിയ ദൈവമക്കളുടെ മുമ്പാകെ സാക്ഷീകരിപ്പാൻ ദൈവം എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതിനാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആൻറ്റി പറഞ്ഞതുപോലെ എൻ്റെ പേര് റിനി ഷാജി. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് സൗദി അറേബ്യയിലാണ്. നാട്ടിൽ എൻ്റെ വീട് പന്തളം. ഞാനൊരു പെന്തിക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ചെറുപ്രായത്തിൽ തന്നെ കർത്താവിൻ്റെ കൽപ്പനകളെയൊക്കെ അനുസരിപ്പാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഷാജി ഡേവിഡ്. ഷായിച്ചാനും ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ റിയാദിൽ വെച്ചാണ് കർത്താവിനെ അറിയുന്നത്. എന്നാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ 2 സഹോദരങ്ങളും, ഷായിച്ചാൻ്റെ ഭവനത്തിൽ നിന്ന് 2 സഹോദരങ്ങളും ഇപ്പോൾ വിശ്വാസത്തിലുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ദൈവം ഞങ്ങൾക്ക് 2 പെൺമക്കളെ ദാനമായി തന്നു. 2002 ഞാൻ ഈ അബയുടെ പ്രദേശത്തേക്ക് ജോലിയുടെ ബന്ധത്തിൽ കടന്നു വന്നു. അന്ന് ഷായിച്ചാൻ നാട്ടിലായിരുന്നു. കുഞ്ഞുങ്ങൾ 2 പേരും നാട്ടിൽ. ഷായിച്ചാൻ അന്ന് റിയാദിൽ, കുഞ്ഞുങ്ങൾ 2 പേരും നാട്ടിൽ. അങ്ങനെ ഞങ്ങൾ 3 പേരും 3 സ്ഥലത്തായിരുന്നു. ഞങ്ങൾ ഒത്തിരി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കുടുംബമായിട്ട് ഒന്നിച്ചായിരിക്കാനുള്ള സാഹചര്യങ്ങളെ ദൈവം ഒരുക്കി തരണമെന്ന്. അതിനുവേണ്ടി ഒത്തിരി പരിശ്രമിക്കുകയും ചെയ്തു. ഷായിച്ചാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ നോക്കി, നടന്നില്ല. പിന്നെ ഞാൻ റിയാദിലോട്ട് ട്രാൻസ്ഫറിന് വേണ്ടി നോക്കി. റിയാദിലുള്ള MOHന്റെ ഓഫീസിലൊക്കെ പോയി പേപ്പർ വർക്കൊക്കെ ചെയ്തു. എന്നാൽ ലാസ്റ്റിൽ അവർ പറഞ്ഞു ഒരു മ്യൂച്വൽ ട്രാൻസ്ഫർ ഇല്ലാതെ നടക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ കാര്യങ്ങൾ, അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു സാധ്യതയില്ല. ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്നപ്പോൾ 2007 മാർച്ച് മാസത്തിൽ ഷായിച്ചാൻ്റെ കമ്പനിയിൽ, ഇവിടെയുള്ള കമ്പനിയിലോട്ടൊരു വേക്കൻസി വന്നു. അങ്ങനെ ഷായിച്ചാൻ ഈ അബയുടെ പ്രദേശത്ത് കടന്നു വന്നു, കുഞ്ഞുങ്ങളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് 2007 മാർച്ച് മുതൽ ഈ ദേശത്തായിരിക്കാൻ കർത്താവ് സഹായിച്ചു. എന്നാൽ ഈ മാർച്ചിൽ ഞങ്ങൾ ഇവിടെ വന്നു. എന്നാൽ 2-3 മാസം കഴിഞ്ഞപ്പോൾ, അതായത് ജൂലൈ മാസത്തിൽ എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ബുധനാഴ്ചയാണ്, അന്ന് ഇവിടെ വ്യാഴവും വെള്ളിയും വീക്കെൻഡ്, ബുധനാഴ്ച വൈകിട്ട് ഉച്ചയായപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, റെനി നിൻ്റെ റിയാദിലോട്ടുള്ള ട്രാൻസ്ഫർ എല്ലാം ശരിയായി, നീ ശനിയാഴ്ച പോയി റിയാദിൽ ജോയിൻ ചെയ്യണമെന്ന്. ആദ്യം ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം ഒരു സാധ്യതയില്ല, ഇനി അങ്ങോട്ടൊരു ട്രാൻസ്ഫർ നടക്കത്തില്ല എന്ന് വിചാരിച്ച സ്ഥാനത്ത് ദൈവമേ ഇപ്പം ഇങ്ങനെ വന്നു, കുഞ്ഞുങ്ങളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു, ഷായിച്ചാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫറായി, ഇനിയും ഷായിച്ചാൻ റിയാദിലോട്ടൊരു ട്രാൻസ്ഫർ ഇല്ല, എന്ത് ചെയ്യും, ഇങ്ങനെ ഭാരപ്പെട്ടിരുന്നു. എന്നാൽ അതിന് 1 മാസം മുമ്പ് ഷായിച്ചാൻ ഈ അരാംബക്സ് എന്ന് പറയുന്ന ഒരു കുരിയർ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഒരു സൗദിക്ക് ഒരു സാധനം കൊടുക്കാൻ വേണ്ടി ഒരു ഓർഡർ വന്നു. അങ്ങനെ ആ സൗദിയെ വിളിച്ചു, പുള്ളിക്കാരന് സാധനം കൊടുത്തു. അപ്പോൾ കൊടുത്തപ്പോൾ ആ സൗദി ഷായിച്ചാനോട് പറഞ്ഞു, ഞാൻ MOHന്റെ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്, നിനക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ സേവ് ചെയ്ത് എന്നെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ ട്രാൻസ്ഫർ ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ആ പുള്ളിക്കാരനെ വിളിച്ചവൻ പറഞ്ഞു, എനിവേ വ്യാഴം വെള്ളി ഇവിടെ അവധിയാണല്ലോ, ശനിയാഴ്ച രാവിലെ സിസിനോട് MOHന്റെ ഓഫീസിൽ വരാൻ പറഞ്ഞു. അങ്ങനെ MOHന്റെ ഓഫീസിൽ വന്നു. രാവിലെ ചെന്നു, കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ ചെന്നു. അവിടെ ചെന്ന് പുള്ളിക്കാരനെ അവിടെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഓൾറെഡി റിയാദിൽ നിന്ന് പേപ്പർ വന്നു, അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരനെ സൗദിക്ക് എന്തോ ഒരു വിഷമം പോലെ തോന്നി. പുള്ളിക്കാരൻ പിന്നെ ആ MOHന്റെ മുദീറിനെ പോയി കണ്ടു. മുദീറും പറഞ്ഞു, പേപ്പർ കണ്ടിട്ട് പറഞ്ഞു റിയാദിൽ നിന്നുള്ള ഓർഡർ, അതുകൊണ്ട് അവിടെ പോയി ജോയിൻ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ കരച്ചിൽ കണ്ടപ്പം ആ മുദീറിനൊരു മനസ്സിലൂടെ തോന്നിയിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, ഇതുപോലെ 1 മാസം മുമ്പ് ഒരു സിസ്റ്റർ ഇതുപോലെ റിയാദിലോട്ട് ട്രാൻസ്ഫറിന് വേണ്ടി ട്രൈ ചെയ്തു, അപ്പം മ്യൂച്വൽ ഇല്ലാത്തതുകൊണ്ട് ആ പുള്ളിക്കാരത്തിയുടെ
ട്രാൻസ്ഫർ ക്യാൻസലായി. ആ പുള്ളിക്കാരത്തി ഒന്ന് വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളിക്കാരത്തിയെ വിളിച്ചു. അപ്പോൾ ആ സിസ്റ്ററിനെ വിളിച്ചപ്പോൾ സിസ്റ്റർ റിയാദിലോട്ട് പോകാൻ റെഡി ആയിരുന്നു. അങ്ങനെ അന്ന് തന്നെ ആ പുള്ളിക്കാരത്തിയുടെ പേപ്പർ വർക്ക് എല്ലാം ചെയ്ത് എൻ്റെ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്തു. അങ്ങനെ ദൈവം വലിയൊരു അത്ഭുതം ആ സമയത്ത് ചെയ്തു. ഈ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്ന പോലെ കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതുമേൽ ഇരുന്നിരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ ആ പാരമ്പര്യ വിഷയത്തിൽ മേല് ആ സൗദിയുടെ രൂപത്തിൽ ഒരു ദൂതനെ ദൈവം അയച്ച് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. എന്നാൽ പിന്നെയും ഞങ്ങൾ കുഞ്ഞുങ്ങൾ സ്കൂളിലൊക്കെ പോകുന്നുണ്ട്, ഇവിടെ ആയിരുന്നു. എന്നാൽ പിന്നെ ഒരു 2 മാസം കഴിഞ്ഞപ്പം വീണ്ടും ഒരു പ്രതിസന്ധി ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. ഷൈച്ചാൻ ഇതുപോലെ ഒരു സാധനം ഒരു ഹോസ്പിറ്റലിലേക്ക് ഡെലിവറി ചെയ്യണമായിരുന്നു. അതിനുവേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നു വണ്ടി താഴെ പാർക്ക് ചെയ്തു. എന്നിട്ട് സെക്കൻഡ് ഫ്ലോറിലായിരുന്നു സാധനം കൊണ്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി സെക്കൻഡ് ഫ്ലോറിൽ കൊണ്ട് സാധനം കൊടുത്ത് തിരിച്ച് താഴെ വന്ന് നോക്കും. ഇപ്പം വണ്ടി കാണാനില്ല, വണ്ടി മോഷണം പോയി. അവിടെ ആ പരിസരത്തെല്ലാം നോക്കിയിട്ടൊന്നും വണ്ടി കാണുന്നില്ല. പെട്ടെന്ന് അവരുടെ കമ്പനിയിൽ ഇൻഫോം ചെയ്തു. കാരണം ഒത്തിരി ലക്ഷക്കണക്കിന് റിയാലിൻ്റെ വില വരുന്ന സാധനങ്ങൾ ആ വണ്ടിക്കകത്തുണ്ടായിരുന്നു. കമ്പനിയിൽ നിന്ന് ആൾക്കാർ വന്ന് അവിടെ എല്ലാം നോക്കി, പോലീസിൽ ഇൻഫോം ചെയ്തു. പോലീസുകാർ വന്ന് നോക്കി, എന്നിട്ടൊന്നും ഒന്നും കിട്ടിയില്ല. അവസാനം വൈകിട്ടായപ്പം കമ്പനിയിൽ നിന്ന് അവർ വിളിച്ച് പറഞ്ഞു ഇതുപോലെ വണ്ടി കിട്ടി, ദൂരെ ആൾപ്പാർപ്പില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് വണ്ടി കിട്ടി, പക്ഷെ അതിനകത്തുള്ള സാധനങ്ങളെല്ലാം മോഷണം പോയി എന്ന് പറഞ്ഞു. പിന്നെ ഇത് നടക്കുന്ന ഒരു തിങ്കളാഴ്ച, അന്ന് പിന്നെ പിറ്റേ ദിവസം ചൊവ്വാഴ്ച ഷൈച്ചാൻ ഡ്യൂട്ടിക്ക് പോയി. അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അവരിങ്ങനെയൊക്കെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസവും ബുധനാഴ്ച രാവിലെ ഡ്യൂട്ടിക്ക് പോയി. രാവിലെ എന്നോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാൽ എന്നും ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിയാകുമ്പം വീട്ടിൽ വരും കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാൻ. അന്ന് 1:30 ആയി, 2 മണിയായിട്ടും ഷൈച്ചാനെ കാണുന്നില്ല. അപ്പം ഞാൻ 2 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ്. അപ്പോൾ ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ട് ഫോൺ സ്വിച്ച് ഓഫ് അല്ല. അങ്ങനെ എവിടെയെങ്കിലും പോവുകയാണെങ്കിലും അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യുവാണെങ്കിലും എന്നോട് പറഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ പേടിച്ചു പോയി, ദൈവമേ എവിടെ പോയി, ഒരു വിവരവും ഇല്ലല്ലോ. ഞാൻ അവരുടെ കമ്പനി വിളിച്ച് ചോദിച്ചു. അപ്പം കമ്പനി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു രാവിലെ ഇവിടുന്ന് സാധനമായിട്ട് പോയി, ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. കൂട്ടുകാരെ വിളിച്ച് ചോദിച്ചു, ഞങ്ങളുടെ ചർച്ചിലുള്ളവരെയൊക്കെ വിളിച്ച് ചോദിച്ചു, അവർക്ക് ആർക്കും അറിയത്തില്ല. അപ്പോഴത്തേക്കിനും ഒരു വൈകിയ സമയമായി. ഷൈച്ചാൻ്റെ ചേട്ടന്മാർ ഇവിടെ റിയാദിലുണ്ടായിരുന്നു. അവരെയും വിളിച്ചിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരും എല്ലാവരെയും വിളിച്ച് നോക്കി, പല രീതിയിലും അന്വേഷിച്ചു. പക്ഷേ എവിടെയാണെന്ന് ഒരു പിടുത്തവുമില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഞാൻ നോക്കിയപ്പോൾ ഞാനും കുഞ്ഞുങ്ങളും തന്നെ ദൈവമേ എന്ത് ചെയ്യും, നമുക്ക് ഈ സൗദി അറേബ്യയിൽ ആരുമില്ലാത്ത ഒരവസ്ഥ. സഹോദരങ്ങളൊക്കെ ചർച്ചിലുള്ള സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിലും അന്ന് വീട്ടിൽ ഞാനും കുഞ്ഞുങ്ങളും തന്നെ ഉള്ളു. എന്ത് ചെയ്യും? ഞാനൊരു 6-6:30 വരെ ഞാൻ പിടിച്ചു നിന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റത്തില്ല. ഞാൻ ഞങ്ങളുടെ ബെഡ്റൂമിലോട്ട് ഞാനിങ്ങനെ കിടന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ എന്തുവാണെങ്കിലും എനിക്ക് ഈ ഒരു വിവരം അറിയണം ദൈവമേ, ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള ഒരു വിവരം ദൈവം എന്നെ അറിയിക്കണേ എന്ന് പറഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, ഒരു 7 മണിയായപ്പം ഷൈച്ചാനെ ആരുടെയോ ഒരു മൊബൈലിൽ കൂടെ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ജയിലിലാണ്. അന്നത്തെ ആ സാധനം മോഷണം പോയതിൻ്റെ പേരിൽ അവരെന്നെ ജയിലിൽ ഇട്ടിരിക്കുക, നീ പെട്ടെന്ന് കമ്പനിയിൽ മാനേജറിനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മാനേജറിനെ വിളിച്ചു. പക്ഷേ മാനേജർ എന്നോട് പറഞ്ഞു അത് കമ്പനിയുടെ റൂളാ, അല്ലെങ്കിൽ പോലീസിൻ്റെ ഇതാ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്തോ ചെയ്യും? പിറ്റേ ദിവസം വ്യാഴവും വെള്ളിയും വാ, ഇവിടുത്തെ ഓഫീസും കാര്യങ്ങളൊക്കെ അടവാ, എന്തോ ചെയ്യും? ഇനി എന്തെങ്കിലും സംഭവിക്കണമെങ്കിലും ശനിയാഴ്ചയെ പറ്റത്തുള്ളൂ. ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് എന്ത് ചെയ്യും കർത്താവേ? ഞാൻ പിന്നെയും നമ്മുടെ ജയിലിൽ, ഇവിടുത്തെ സൗദി അറേബ്യയിലെ ജയിലെന്നൊക്കെ പറഞ്ഞാൽ അന്ന് 2002 ആ വർഷം എന്ന് പറയാൻ നമുക്ക് പല കാര്യങ്ങളും ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരാൾ ആ ജയിലിൽ ഇങ്ങനെ കിടക്കെന്ന് പറഞ്ഞപ്പം ഒട്ടും നമുക്ക് പറ്റത്തില്ല. കുഞ്ഞുങ്ങളാണെങ്കിലും മൂത്ത മോൾക്ക് അന്ന് 7 വയസ്സേ ഉള്ളൂ, രണ്ടാമത്തെ മോൾക്ക് 3 വയസ്സ്. ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് എന്ത് ചെയ്യും? ഷൈജാൻ്റെ സഹോദരങ്ങളാണെങ്കിലും ഒത്തിരി ആൾക്കാരെ വിളിച്ച് ഇങ്ങനെ പുറത്തിറങ്ങാൻ പറ്റുമോ, അതിനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാവോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എല്ലാവരും വിളിച്ചപ്പോൾ എല്ലാവരും പറയുന്നത് 2 ദിവസം അവധി, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവമക്കളെ അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേ ദിവസം വ്യാഴാഴ്ചയാ. അന്ന് ഈ ജയിലിലെ സൂപ്പർവൈസർ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ജയിലിൽ വന്നു.
ആക്ച്വലി പുള്ളിക്കാരന് അവിടെ വരേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ പുള്ളിക്കാരൻ ആ ദിവസം അവിടെ വന്ന് എന്തോ സംസാരിച്ച് അത് കഴിഞ്ഞ് ഷായിച്ചാൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഷായിച്ചാനുമായിട്ട് സംസാരിച്ചു. അപ്പം നമ്മുടെ അവസ്ഥ ദൈവം അറിയുന്നു. കാരണം ഷായിച്ചാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ ദൈവം ആ അവസ്ഥ അറിഞ്ഞിട്ട് കർത്താവ് ആ മനുഷ്യൻ്റെ ഹൃദയത്തോട് ഇടപെട്ടു. ഞങ്ങളോട് മനസ്സലിവ് തോന്നി. അങ്ങനെ ആ പുള്ളിക്കാരന് മനസ്സിലായി ഷായിച്ചാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. അന്ന് വ്യാഴാഴ്ച തന്നെ ഷായിച്ചാനെ ജയിലിൽ നിന്ന് ഇറക്കുവാൻ്റെ ഗുണം കർത്താവ് സഹായിച്ചു. ഒരു സാധ്യതയില്ല. കാരണം മുമ്പിൽ അങ്ങോട്ട് പോകുമ്പം വ്യാഴവും വെള്ളിയും ദിവസം ഇവിടെ ഓഫീസെല്ലാം അവധിയായി. ഇനി എന്തെങ്കിലും നടക്കണമെങ്കിൽ ശനിയാഴ്ചയെ പറ്റത്തുള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെ കരുതലെന്ന് പറയുന്നത് ഒരു സാധ്യതയില്ലാതിരിക്കുന്ന സ്ഥാനത്ത് ദൈവം പ്രവർത്തിക്കുന്നത്. ഒരു പക്ഷേ ആ ശനിയാഴ്ച പുറത്തിറങ്ങിയിരുന്നെങ്കിൽ നമ്മളൊക്കെ വിചാരിച്ചേനും ആരെങ്കിലുമൊക്കെ പറഞ്ഞ് സംസാരിച്ച് അങ്ങനെ ഇറങ്ങിയാണെന്ന് വിചാരിക്കും. പക്ഷെ എൻ്റെ മഹത്വം ഞാൻ മറ്റൊരുത്തിനും വിട്ടുകൊടുക്കത്തില്ല എന്ന് തിരുവചനത്തിൽ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ മഹത്വം ആ സമയത്ത് രുചിച്ചറിയുവാൻ കൊണ്ട് കർത്താവ് സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ ആയിരുന്നു. എന്നാൽ ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് ഒരു 35-40 കിലോമീറ്റർ ദൂരെയായിരുന്നു ഞങ്ങൾ ആരാധനയ്ക്ക് പോകുന്നത്. അപ്പം അവിടെ ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ പല ദൈവദാസന്മാരും കടന്ന് ആലോചന പറയും, ഇതുപോലെ ദൈവവേലയ്ക്ക് വേണ്ടിയുള്ളതാണ്, വിളിയും തിരഞ്ഞെടുപ്പും ഉണ്ട്, അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, ജോലിയോടെ ബന്ധത്തിലാണെങ്കിലും സുവിശേഷ വേല ചെയ്യണം എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഷായിച്ചാൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ബന്ധുക്കോസ് കുടുംബമൊന്നും അല്ല, ബൈബിൾ കോളേജിലൊന്നും പഠിച്ചിട്ടില്ല. അപ്പം അതിനോട് വലിയ താല്പര്യം അങ്ങനെയുള്ള ഇല്ല. അല്ലാത്ത രീതിയിലൊക്കെ ദൈവവേലയ്ക്ക് വേണ്ടി സഹായിക്കും. അങ്ങനെ ഇങ്ങ് മുമ്പോട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്നാൽ 2011 മാർച്ച് മാസത്തിൽ ഞങ്ങൾ താമസിക്കുന്ന ഭവനത്തിൽ വെച്ച് ഒരു ആരാധന തുടങ്ങുവാൻ കൊണ്ട് കർത്താവ് സഹായിച്ചു. അന്ന് ഞങ്ങൾ 7 പേരേ ഉള്ളായിരുന്നു. ആദ്യത്തെ 2 മാസം ഞങ്ങൾ ആരാധനയായിട്ടൊന്നും നടന്നില്ല. ഞങ്ങളുടെ സഹോദരങ്ങളും ഞങ്ങളും എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് കൈ കോർത്തു പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ മെയ് മാസത്തിൽ 2011 മെയ്യിൽ ഞങ്ങളുടെ ഭവനത്തിൽ വെച്ച് ആരാധന നടക്കുവാൻ കൊണ്ട് കർത്താവ് സഹായിച്ചു. സഭ ആത്മീയമായി വളർന്നു. ഒത്തിരി ദൈവമക്കൾ, ഒത്തിരി സഹോദരി സഹോദരന്മാരൊക്കെ കടന്നു വന്നു. ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അങ്ങനെ സഭ നല്ല ഒരു ഞങ്ങളുടെ റൂമിൽ ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ ആത്മാക്കളെ ദൈവം തന്നു. പിന്നെ വേറൊരു ഭവനം കൂടി ആരാധിപ്പാൻ തക്കോണം എടുക്കുവാൻ തക്കോണം കർത്താവ് സഹായിച്ചു. അത് ഷായിച്ചാനാണെങ്കിലും ഒന്നും അറിയത്തില്ല എങ്കിലും ദൈവം കൊടുത്ത കൃപയ്ക്കൊത്തവണ്ണം ദൈവത്തിൻ്റെ വേല വിശ്വസ്തയോടെ ചെയ്യുവാൻ തക്കോണം ഒരു മടിയും കൂടാതെ നല്ല തീഷ്ണതയോടെ, അത് ഞാൻ കണ്ടതുകൊണ്ട് എനിക്കറിയാം, നല്ല തീഷ്ണതയോടെ. ജോലി എന്ന് പറയുന്നത് നല്ല കഷ്ടപ്പെട്ട ജോലിയാണെങ്കിലും അതൊന്നും വക വെക്കാതെ തീഷ്ണതയോടെ ദൈവത്തിൻ്റെ വേല ചെയ്തു. വ്യാഴാഴ്ച വൈകിട്ടൊക്കെ ഒത്തിരി ദൂരെ പോയി സഹോദരന്മാരെ ആരാധനയ്ക്ക് കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ആരാധന കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവിടും. അങ്ങനെയൊക്കെ നല്ല ആത്മാർത്ഥതയോടെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ തക്കോണം കർത്താവ് സഹായിച്ചു. അങ്ങനെ 2019 ഏപ്രിൽ മാസം ഒരു ദിവസം ഷായിച്ചാൻ ഇതുപോലെ, അപ്പോഴത്തേക്കിന് ഷായിച്ചാൻ്റെ ഓഫീസിലെ വർക്ക്, അത് പ്രൊമോഷൻ കിട്ടി. ഓഫീസിലെ ജോലി ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊമോഷനൊക്കെ കിട്ടി. അങ്ങനെ 2019 ഏപ്രിൽ മാസത്തിൽ ഒരു ദിവസം ഇങ്ങനെ ഡ്യൂട്ടിക്ക് പോയി തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ കണ്ണിന് എന്തോ ഒരു അസ്വസ്ഥത, ലെഫ്റ്റ് കണ്ണിന്. അപ്പം ഞാൻ നോക്കിയപ്പം കണ്ണൊക്കെ ചുമന്ന് കിടക്കുന്നു. പിന്നെ ഇവിടെയൊക്കെ ഇച്ചിരി നീര് പോലെ കണ്ടു. പെട്ടെന്ന് ഞങ്ങൾ പിറ്റേ ദിവസം അടുത്തുള്ള ഒരു ഒപ്താൽമിക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചപ്പം കണ്ണിൽ ഒഴിക്കാൻ മരുന്നൊക്കെ കൊടുത്തു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം ആയപ്പം എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് റോഡൊക്കെ രണ്ടായിട്ടാണ് കാണുന്നത്, ഡബിൾ വിഷനാന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പം ഈ കണ്ണിൻ്റെ ഈ ഭാഗം ഇച്ചിരി ഫ്രണ്ടിലോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ഒരു വലിയ ഹോസ്പിറ്റലുണ്ട്, അബ പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ, ആ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അവിടെ കാഷ്വാലിറ്റി കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ എന്താണെന്നറിയത്തില്ല, ആ ഡോക്ടർ ENT റെഫർ ചെയ്തു. അപ്പം ENT കൊണ്ട് കാണിച്ച് ENT ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഈ മൂക്കിൻ്റെ ഇവിടെ പാലം ഇച്ചിരി ഇങ്ങനെ വളഞ്ഞിരിക്കുക, ചിലപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇങ്ങനെ കണ്ണിന് പ്രശ്നം വരും എന്ന് പറഞ്ഞു. അപ്പം ഷായിച്ചാൻ പറഞ്ഞു, എനിക്കിതുപോലെ ചെറുതായിട്ട് തലവേദന ഉണ്ടെന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരൻ വന്നൊരു CT ചെയ്യാമെന്ന് പറഞ്ഞ് CT ചെയ്തു. എന്നിട്ട് ഈ ഡോക്ടർ മൂക്കിൻ്റെ ഓപ്പറേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു പിറ്റേ ദിവസം.
അങ്ങനെ ഈ CT റിപ്പോർട്ട് നോക്കാതെ പുള്ളിക്കാരനെ ഓപ്പറേഷൻ ചെയ്ത് അങ്ങനെ മൂക്കിന്റെ ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ കണ്ണ് നോർമൽ ആവുമെന്ന് പറഞ്ഞു. എന്നാലും അന്ന് വൈകിട്ടായിട്ടും കണ്ണിനൊരു ഒരു മാറ്റവും ഇല്ല, അതുപോലെ തന്നെ ഇരിക്കുന്നു. പിന്നെ പെട്ടെന്ന് ഡോക്ടർ CT റിപ്പോർട്ട് അന്നേരം നോക്കുന്നത്. CT റിപ്പോർട്ട് നോക്കിയിട്ട് പുള്ളിക്കാരന് എന്തോ സംശയം തോന്നിയിട്ട് MRI ബ്രെയിൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ MRI ബ്രെയിൻ ചെയ്തു. MRI റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മൂക്കിന്റെ പ്രശ്നമൊന്നുമില്ല, കണ്ണിന്റെ ഇവിടെ ട്യൂമർ ആണെന്ന് പറഞ്ഞു ഈ ഭാഗത്ത്. അങ്ങനെ അവര് MRI റിപ്പോർട്ട് നോക്കിയിട്ട് പറഞ്ഞ എന്തോ ഇങ്ങനെ റൗണ്ട് ആയിട്ട് കിടക്കും, അത് ട്യൂമർ ആണെന്ന് അവർക്ക് സംശയം. പെട്ടെന്ന് ന്യൂറോളജിസ്റ്റിനെ റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇവിടെ അടുത്തുള്ള ചികിത്സയൊക്കെ നമുക്ക് അത്രയ്ക്ക് ഇതായതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇവിടെ കാണിക്കുന്നില്ല, ഞങ്ങൾ നാട്ടിൽ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷൈജാന്റെ കമ്പനിയിൽ ഇൻഫോം ചെയ്തു, അവർ വെക്കേഷൻ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നാട്ടിൽ ചെന്നു. നാട്ടിൽ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ CMC വെല്ലൂര് പോയി. വെല്ലൂര് പോയെന്ന് വെച്ചാൽ ഞാനും ഷൈജാനും ഒറ്റയ്ക്കാണ് പോയത്. അപ്പം ഒരു ഭാഷയെന്ന് തമിഴാണെങ്കിലും ആ സ്ഥലങ്ങളൊന്നും നമുക്ക് വലിയ പരിചയമൊന്നുമില്ല. അവിടെ ചെന്ന് ന്യൂറോളജിസ്റ്റിനെ കാണിച്ചു. നമ്മുടെ ഇവിടുത്തെ റിപ്പോർട്ടൊന്നും അവർ നോക്കത്തില്ല. അവർ ഒന്നുകൂടെ MRI ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ട്യൂമർ അല്ല, നമ്മുടെ കണ്ണിന്റെ ഈ ഭാഗത്തായിട്ടുള്ള 2 രക്തക്കുഴലുണ്ട്, ശുദ്ധരക്തവും അശുദ്ധരക്തവും പോകുന്ന 2 രക്തക്കുഴലുകൾ, അത് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ഫിസ്റ്റുളയാണെന്ന് പറഞ്ഞു. അപ്പൊ ആ ഫിസ്റ്റുള ആയത് കാരണം ഈ 2 ബ്ലഡ് വെസൽസിൽ കൂടെ ഉള്ള ബ്ലഡും ഇങ്ങനെ പോകുന്ന കാരണം ഈ ബ്ലഡ് ഫോഴ്സ്ഫുള്ളി പോകുന്നത് കാരണം ഇങ്ങനെ കണ്ണ് ചുമന്നിരിക്കുന്നതും കണ്ണിങ്ങനെ ഫ്രണ്ടിലോട്ട് ഉന്തി നിൽക്കുന്നതും. അതിനുവേണ്ടി ഒരു സർജറി ഉണ്ട്, അതുകൊണ്ട് ന്യൂറോ സർജനെ റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ന്യൂറോ സർജനെ റെഫർ ചെയ്തു. ന്യൂറോ സർജൻ വന്ന് കണ്ടു. ഡോക്ടർ MRI റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞു സെറിബ്രൽ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിനൊരു സർജറി ഉണ്ട്, ഒരു കീഹോൾ സർജറിയാ, അതൊരു പ്ലാറ്റിനം കോയിൽ ആ ഫിസ്റ്റുലയുടെ ഭാഗത്തിടണം, ആ ഒരു സർജറി ചെയ്യണം, എന്തോ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പം നമ്മൾ വിചാരിക്കുന്ന ഏറ്റവും നല്ല ചികിത്സ വെല്ലൂർ ഹോസ്പിറ്റലിൽ നല്ല ചികിത്സയാന്നുള്ള രീതി വെച്ച് നമ്മൾ പോയി. അപ്പം പക്ഷെ ഇങ്ങനെ ഓപ്പറേഷന്റെ കാര്യം ഞാൻ പറഞ്ഞു ഡോക്ടറെ കുഴപ്പമില്ല, ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഡോക്ടർ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പം ഇതിന്റെ ഒത്തിരി കോംപ്ലിക്കേഷൻ എന്നോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലൊരു ചിന്ത, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒന്നും അറിയാത്ത ഒരു സ്ഥലം. ഷൈജാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഷൈജാൻ ഈ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്ക് എന്തോ ചെയ്യും കർത്താവേ, എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വരാനോ ഷൈജാൻ്റെ വീട്ടിൽ നിന്ന് വരാനോ ആരുമില്ല, സഹോദരങ്ങളൊന്നും അവിടെ ഇല്ല. അന്നേരം പെട്ടെന്ന് ഞങ്ങളുടെ ചർച്ചിലുള്ള 2 സഹോദരന്മാർ നാട്ടിലുണ്ടായിരുന്നു. ഞാൻ അവരോട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു ഇതുപോലെ. അപ്പോൾ അവരെപ്പോഴും വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞു ഇതുപോലെ ആൻജിയോഗ്രാം ചെയ്ത് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു സർജറി വേണമെന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് ആ സഹോദരന്മാർ രണ്ടുപേരും 2 സമയത്താണ് ഞാൻ വിളിച്ചത്. എന്നാലും അവർ 2 പേരും പറഞ്ഞു അമ്മാവൻ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഞങ്ങൾ ആ സർജറിയുടെ തലേ ദിവസം ഞങ്ങൾ അവിടെ വന്നിരിക്കാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിനൊരു ആശ്വാസം. കാരണം ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കാണെന്ന് നമ്മൾ വിചാരിച്ച സമയത്ത് ഒരു സ്വന്തം സഹോദരങ്ങളെ പോലെ അവർ 2 പേരും ഇങ്ങനൊരു നല്ലൊരു കാര്യം പറയാൻ ഒരു മനസ്സ് ദൈവം അവർക്ക് കൊടുത്തല്ലോ. ഞാൻ ഈ കർത്താവിനെ ഒത്തിരി മഹത്വപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷന്റെ തലേ ദിവസം പ്രിയ സഹോദരങ്ങൾ 2 പേരും വന്നു. പിറ്റേ ദിവസം സർജറിക്ക് കയറ്റി. സർജറി എന്ന് പറഞ്ഞാലും ഒത്തിരി അവർ ട്രൈ ചെയ്തിട്ട് കോയിലിടാൻ പറ്റിയത്. കാരണം ഈ തുടയിലെ 2 ആർട്ടറി കൂടെയും അവർ ട്രൈ ചെയ്തു, പറ്റിയില്ല. അത് കഴിഞ്ഞ് നമ്മുടെ കഴുത്തിന്റെ 2 കരോട്ടിഡ് ആർട്ടറി അതിലെ കൂടെ അവർ ട്രൈ ചെയ്തു. അങ്ങനെ ഒത്തിരി ട്രൈ ചെയ്തിട്ടാ ഈ കോയിൽ ആ ഫിസ്റ്റുളയുള്ള സ്ഥലത്ത് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് ഐസിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഐസിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ആ ഫിസ്റ്റുള 85% അടഞ്ഞിട്ടുള്ളൂ, ബാക്കി 15% അത് തന്നെത്താനെ അടയും. പിന്നെ ഒരു എക്സസൈസ് ഉണ്ട്, ഈ 2 ആർട്ടറിയിലും ഇങ്ങനെ അമക്കി കൊടുക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമക്കി കൊടുക്കണം, അങ്ങനെ അത് ഫിസ്റ്റുള അടയുമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ വൈകിട്ട് ഷൈജാനെ കാണാൻ ഇങ്ങനെ ICU ചെന്നപ്പം ഞാനും അത്ഭുതപ്പെട്ടു പോയി. ആ കണ്ണിന്റെ ചുമപ്പെല്ലാം മാറി, ആ ഉന്തി നിൽക്കുന്നതെല്ലാം നോർമലായിട്ട്, ഡബിൾ വിഷൻ ഒന്നുമില്ല, നീരെല്ലാം കുറഞ്ഞു, ഭയങ്കര നല്ല നോർമലായിട്ട് അങ്ങനെ നമ്മളൊരു മനുഷ്യനെ കാണുന്നു അതുപോലെയായി. പിന്നെ പിറ്റേ ദിവസം പ്രിയ സഹോദരങ്ങൾ തിരിച്ച് നാട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം ഡോക്ടർ പറഞ്ഞു അവിടെ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്ത് അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ഞാൻ ചോദിച്ചു ഇതുപോലെ നീ തിരിച്ച് സൗദിക്ക് പോകുന്നതിനോ ജോലി ചെയ്യുന്നതിനോ കുഴപ്പമുണ്ടോ? അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല, വെയിറ്റ് ഉള്ള സാധനങ്ങളൊന്നും എടുക്കരുത്, പിന്നെ
അത് മാത്രമേ ഉള്ളൂ. പിന്നെ 6 മാസം കഴിയുമ്പോൾ ഒരു ആൻജിയോഗ്രാം കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഷൈജാന് ഒരു 2 ആഴ്ച കഴിഞ്ഞ് സൗദിക്ക് വന്നു. ഞാൻ 1 മാസം കൂടെ കഴിഞ്ഞാണ് വന്നത്. കാരണം എൻ്റെ മൂത്ത മോള് +2 കഴിഞ്ഞിട്ട് നേഴ്സിങ്ങിൻ്റെ അഡ്മിഷന് വേണ്ടി ആ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുക. ജൂൺ മാസമാണ്. അപ്പോൾ അവൾക്ക് പൂനെയിൽ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായി. അവളെ ഞാൻ പൂനെയിൽ കൊണ്ടുവിട്ട് തിരിച്ച് വന്നു. മറ്റേ മോള് 10ാം ക്ലാസ്സിലായിരുന്നു. അവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി. അങ്ങനെ ഞാൻ തിരിച്ച് സൗദിക്ക് വന്നു. സൗദിക്ക് വന്നിട്ടും ജോലിക്കൊക്കെ ഷൈജാൻ പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ചർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നു. പിന്നെ ഞങ്ങൾ 3rd ഫ്ലോറിലാണ് താമസിക്കുന്നത്. പക്ഷേ ചർച്ചിലുള്ള സഹോദരന്മാരൊക്കെ ഒരു സ്വന്തം സഹോദരങ്ങളെ പോലെ ഒരു ഭാരം എടുപ്പിക്കുകയോ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരാനും വെള്ളം കൊണ്ടുവരാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ സ്വന്തം സഹോദരങ്ങൾക്ക് എങ്ങനെ ചെയ്യുന്നു അതുപോലെ സഹോദരന്മാരെല്ലാം ചെയ്തു തന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കുഞ്ഞുങ്ങൾ നാട്ടിൽ, ഞങ്ങൾ 2 പേരും ഇവിടെ. അങ്ങനെ ഒരു ദിവസം 2019 സെപ്റ്റംബർ 5-ാം തീയതി, അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു. വ്യാഴാഴ്ച ഷൈജാന് രാവിലെ വെളുപ്പിനെ 4 തൊട്ട് ഉച്ചയ്ക്ക് 12 മണി വരെയാണ് ഡ്യൂട്ടി. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ഉടനെ ഞങ്ങളുടെ അടുത്തൊരു പാർക്കുണ്ട്, അവിടെ പോയി നടന്നിട്ടാണ് വരുന്നത്. അപ്പോൾ അന്നും അതുപോലെ പാർക്കിൽ പോയി നടന്ന് ഒരു 1:45 ഉച്ചയ്ക്ക് ഒരു 1:45 ആയപ്പം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 2 പേരും ഫാസ്റ്റിംഗ് ആയിരുന്നു. അപ്പം ഞാൻ ഷൈജാന് ചായ ഇട്ട് കൊടുത്തു. കുടിച്ചു കഴിഞ്ഞ് ഷൈജാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പോയി കിടന്നുറങ്ങി. ഞാനാണെങ്കിൽ കിച്ചണിൽ പോയി, അന്ന് തേഴ്സ്ഡേ പ്രെയർ ഉണ്ട്. അപ്പോൾ സഹോദരങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കിച്ചണിൽ നിന്നപ്പോൾ എന്നെ ഫോണിലൂടെ വിളിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന്, അങ്ങനെ ചെയ്യുന്നതല്ല, അപ്പം ഞാൻ പെട്ടെന്ന് ബെഡ്റൂമിലോട്ട് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര തലവേദന എടുക്കുന്നു, ഓക്കാനം വരുന്നു, ഛർദ്ദിക്കാനൊക്കെ വരുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു ചിലപ്പോൾ ഷുഗർ കുറഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചപ്പം എന്നാൽ ഇച്ചിരി ഓട്സ് പഞ്ചസാര ഇട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ കിച്ചണിലോട്ട് പോയി ഓട്സ് ഉണ്ടാക്കിക്കൊണ്ട് തിരിച്ചു വന്ന് അത് കുടിച്ചില്ല. അപ്പം ഞാൻ അങ്ങ് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തപ്പോഴേ ഭയങ്കരമായിട്ട് ഛർദ്ദിക്കുന്നു, അവിടെ നിൽക്കാൻ വയ്യാത്ത അവസ്ഥ, ഭയങ്കര വെപ്രാളം കാണിക്കുന്നു. അപ്പം എനിക്ക് തോന്നി എന്തോ ഒരു അസ്വസ്ഥതയുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അങ്ങനെ ഞാൻ ഡ്രസ്സ് ഇടിപ്പിച്ച് ഫ്രണ്ട് റൂമിൽ നിന്ന് ബെഡ്റൂമിൽ നിന്ന് ഞാൻ ഫ്രണ്ട് റൂമിലോട്ട് കൊണ്ടുവന്ന് ഞാനിങ്ങനെ കൈ പിടിച്ച് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഷൈജാൻ വീഴുമെന്ന് തോന്നി. അപ്പോൾ പെട്ടെന്ന് ഞാൻ കസാരയിൽ ഇരുത്താൻ നോക്കുമ്പം കസാരയിൽ ഇരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ വീഴാതിരിക്കാൻ വേണ്ടി താഴെ ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ ഹോസ്പിറ്റലൊക്കെ ജോലി ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാമല്ലോ, നമുക്ക് കുഴഞ്ഞു പോകുന്നു. പെട്ടെന്ന് ഞാൻ കതവ് തുറന്ന് വെളിയിലിറങ്ങി. അപ്പം ഞങ്ങൾ 3rd ഫ്ലോറിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ വേറെ 3 റൂമുകളുണ്ട്. ആ റൂമിലെല്ലാം പോയി ബെല്ലടിച്ചു. പക്ഷെ അവരാരും തുറന്നില്ല. അവിടുത്തെ 2nd ഫ്ലോറിൽ പോയി, അവിടെ എല്ലാ റൂമിലും പോയി ബെല്ലടിച്ചു, അവിടെ ആരും തുറന്നില്ല. ഏറ്റവും താഴത്തെ ഫ്ലോറിൽ പോയി, അവിടെയും ആരും തുറന്നില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് റോഡിലോട്ട് ഇറങ്ങി ഓടി. ആരെങ്കിലും വണ്ടിയിലോ വല്ലതും പോകുന്നുണ്ടെങ്കിൽ അവരെ വിളിക്കാമെന്ന് വിചാരിച്ച് ഞാൻ റോഡിലോട്ട് ഇറങ്ങി. പക്ഷെ ഒരു സൗദിയെ കണ്ടു, പക്ഷെ പുള്ളിക്കാരനൊന്നും ഹെൽപ്പ് ചെയ്തില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് തിരിച്ച് മേളിലോട്ട് റൂമിലോട്ട് വന്നപ്പോഴത്തേക്കിന് കുഴഞ്ഞു പോകും. അപ്പം എനിക്കത് കണ്ടിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ പെട്ടെന്ന് വിളിച്ചു പോയി. എൻ്റെ വിളിച്ചുകൂക്കൽ കണ്ടുകൊണ്ട് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന യമിനി കതവ് തുറന്നു വന്നു. അപ്പോൾ യമിനിക്കും ഷൈജാനെ നല്ല അറിയാവുന്ന പുള്ളിക്കാരനാണ്. അപ്പം എന്നോട് ചോദിച്ചു, ഡേവിഡ് എന്നാണ് എല്ലാവരും ഇവിടെ വിളിക്കുന്നത്, അപ്പോൾ ഡേവിഡിന് എന്തോ പറ്റി? ഞാൻ പറഞ്ഞു ഇതുപോലെ വയ്യാന്ന് പറഞ്ഞു. അപ്പം അതിനു മുമ്പ്, ഞാൻ താഴോട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന ഒരു സഹോദരൻ ഇവിടെ അടുത്ത് താമസിക്കുന്നുണ്ട്. ആ പുള്ളിക്കാരനെ ഞാൻ വിളിച്ചതുപോലെ ഷൈജാൻ എന്തോ ഒരു അസ്വസ്ഥയുണ്ട്, പെട്ടെന്ന് വരാമെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കിന് ആ പുള്ളിക്കാരനും വന്നു. ഈ യമിനിയും ഞങ്ങൾ 3 പേരും കൂടെ, എങ്ങനെയാണെന്ന് അറിയത്തില്ല, ആ 3rd ഫ്ലോറിൽ നിന്ന് നടക്കാൻ പറ്റത്തില്ല, കാരണം കുഴഞ്ഞു പോവാ. അപ്പം അവിടുന്ന് എടുത്ത് ഞങ്ങൾ താഴെ കൊണ്ടുവന്നു വണ്ടിയിലോട്ട് വണ്ടി കയറ്റുന്ന ഉടനെ നല്ല ബോധം ഉണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു ഇതൊക്കെ എനിക്ക് ഛർദ്ദിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കൈ ഇങ്ങനെ വെച്ച് കൊടുത്തു. അപ്പം പറഞ്ഞു വേണ്ട നീ ഒരു കവർ എടുത്തതാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഹോസ്പിറ്റലിൻ്റെ ഇവിടെ അടുത്തുള്ള നേരത്തെ കാണിച്ച ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുവന്നു. ആ ഹോസ്പിറ്റലിൻ്റെ കാഷ്വാലിറ്റിയിലോട്ട് കയറ്റാൻ വേണ്ടി വീൽ ചെയറിൽ ഇങ്ങനെ ഇരുത്തിയപ്പോഴെനിക്ക് തോന്നി ലെഫ്റ്റ് സൈഡ് കൈയും കാലും അനക്കുന്നില്ല. അപ്പം എനിക്ക് തോന്നി പാരലൈസായി, സ്ട്രോക്ക് വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് അവർ കാഷ്വാലിറ്റി കൊണ്ടുപോയി ഡോക്ടറിനോട് ഹിസ്റ്ററി ഒക്കെ ചോദിച്ചു. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പെട്ടെന്ന് അവർ CT ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനെ CT ബ്രെയിൻ ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു തലയിലെ ഞരമ്പ് പൊട്ടിപ്പോയതാ, ബ്ലീഡിങ്ങാ, ഹെമറേജാന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന്
അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കാഷ്വാലിറ്റി കൊണ്ടുവന്ന് ഞാൻ നോക്കുമ്പോൾ മോണിറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ പൾസ് എല്ലാം കുറയുന്നു, BP എല്ലാം കുറയുന്നു. പെട്ടെന്ന് അവർ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തു, അൺകോൺഷ്യസ് ആയി. പെട്ടെന്ന് വെന്റിലേറ്ററിൽ ഇട്ടു. അവർ ന്യൂറോ സർജനെ വിളിച്ചു. അപ്പം ന്യൂറോ സർജൻ വന്നു കഴിഞ്ഞിട്ട് ഒരു CT കൂടെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു CT കൂടെ ചെയ്തപ്പോൾ ആദ്യത്തെ CT റിപ്പോർട്ടിനെക്കാട്ടിലും ബ്ലീഡിങ് ബ്രെയിനിലോട്ട് മൊത്തം ഇങ്ങനെ വ്യാപിച്ചു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. ഇപ്പൊ ഡോക്ടർ എന്നോട് പറയുന്നുണ്ട്, ഒരു സൗദി ഡോക്ടർ എന്നോട് പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് ഓപ്പറേഷൻ ചെയ്താലും ആള് മരിക്കും, ഓപ്പറേഷൻ ചെയ്തില്ലേലും മരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിവേ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാം, പക്ഷെ ഹൈ റിസ്ക് കൺസേൺ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ നോക്കുന്ന ഉടനെ 3 മണി വരെ, ഉച്ചയ്ക്ക് 3 മണി വരെ എന്നോട് സംസാരിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയി, വെന്റിലേറ്ററിലായി. ഇനി ഇങ്ങനെ തലയുടെ ഓപ്പറേഷൻ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ സൈൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനും ഞങ്ങളുടെ ചർച്ചിലുള്ള സഹോദരങ്ങളെ, ഷായിച്ചാനെ അറിയാവുന്നവര്, ചേട്ടന്മാരോടൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പം ഈ ചർച്ചിലുള്ള എല്ലാവരും ഒത്തിരി ആൾക്കാർ അപ്പോഴത്തേക്കിനും ഹോസ്പിറ്റലിൽ വന്നു, അറിഞ്ഞും കേട്ടും ഒക്കെ എല്ലാവരും വന്നു. അപ്പം എൻ്റെ ജ്യേഷ്ഠൻ, റിയാദിലുള്ള ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ ഒന്നും നോക്കണ്ട, നീ സൈൻ ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒന്ന് പേടിച്ചെന്ന് സൈൻ ഇടാൻ നേരത്ത് ഞാൻ ഇത്രയും എന്നെ മനസ്സിൽ പറഞ്ഞു, കർത്താവെ, ലാസറിനെ ഉയർപ്പിച്ച ദൈവം അങ്ങ്, ഞാൻ ഷായിച്ചാനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കൺസെൻറ്റിൽ ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടർ ഇറങ്ങി വന്നപ്പോൾ എന്നോട് പറഞ്ഞു 5% പോലും ഹോപ്പില്ല, 48 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ അന്ന് പിറ്റേ ദിവസം വെള്ളിയാഴ്ചയാ, വീട്ടിലെല്ലാവരും കൂടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2:30 ആയപ്പം ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന ഒരു സഹോദരി അവിടെ ICUയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ആ സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ഷായിച്ചാൻ്റെ വലത്ത് കൈയും കാലും ചെറുതായിട്ടൊന്ന് അനക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം അങ്ങനെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും അവിടെ പോവും, രാവിലെയും വൈകിട്ടും ഒക്കെ പോവും, പ്രാർത്ഥിക്കും, തിരിച്ചു വരും. അപ്പോഴത്തേന് ചേട്ടന്മാരൊക്കെ റിയാദിൽ നിന്ന് വന്നായിരുന്നു, ഞങ്ങളെ പോയി പ്രാർത്ഥിക്കും. 2 ദിവസം കഴിഞ്ഞ് ഞായറാഴ്ച ചെന്ന് നോക്കുന്ന ഉടനെ ഈ വലത്തുവശത്തെ കാലും കൈയും നല്ല പോലെ അനക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പല ദേവദാസന്മാരും, ഞങ്ങളെ അറിയുന്നു അറിയാത്തതുമായ ഒത്തിരി ആൾക്കാർ, കാരണം ഇവിടെ ചർച്ച ഉള്ളത് കൊണ്ട് ഒത്തിരി ദേവദാസന്മാർ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അറിഞ്ഞ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ച് ഈ സെപ്റ്റംബർ 9-ാം തീയതി തിങ്കളാഴ്ച ആയപ്പോൾ പെതുക്കെ ബോധം വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. അത് കഴിഞ്ഞ് ബുധനാഴ്ച ആയപ്പോൾ സെപ്റ്റംബർ 11-ന് പെതുക്കെ കണ്ണ് തുറന്ന് സംസാരിക്കാനൊക്കെ തുടങ്ങി, വെള്ളമൊക്കെ കുടിക്കാൻ തുടങ്ങി. അങ്ങനെ സെപ്റ്റംബർ 16-ാം തീയതി ICUന്ന് പുറത്തിറങ്ങുവാൻ തക്കോണം കർത്താവ് സഹായിച്ചു. അതായത് വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാൻ എപ്പോഴും ഹോസ്പിറ്റലിൽ പോവും, രാവിലെയും വൈകിട്ടും ഒക്കെ പോവും. ഞാൻ ICUൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ആ സിസ്റ്റർമാർ എന്നെ കയറ്റി വിടും. അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ലെഫ്റ്റ് സൈഡ് പാരലൈസ് ആയി ഓൾറെഡി. എല്ലാവർക്കും, ചേട്ടന്മാരൊക്കെ വന്ന് കണ്ടിട്ടും ചർച്ചിലെ സഹോദരന്മാർക്കൊക്കെ കണ്ടിട്ട് അവർക്കെല്ലാം ഭയങ്കര സങ്കടം. കാരണം ഇത്രയും ആരോഗ്യത്തോടെ നടന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ആയെന്ന് പറഞ്ഞപ്പം അവർക്കാർക്കും അത് സഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ എനിക്കൊരു ഇതുണ്ടായിരുന്നു. കാരണം പാരലൈസ് ആയാലും കുഴപ്പമില്ല, ജീവനോടെ എനിക്ക് ദൈവം എനിക്ക് തന്നല്ലോ, അങ്ങനെ ഒരു ആശ്വാസം എൻ്റെ മനസ്സിലുണ്ടായി. ഞാനപ്പം പറ്റി, ഈ പാരലൈസ് ആയ വിഷയത്തെ പറ്റി ഒന്നും ഞാൻ അത്ര കൺസേൺ ആയില്ല. പക്ഷെ സഹോദരങ്ങൾക്കൊക്കെ ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഇത് ഫിസിയോതെറാപ്പി ചെയ്ത് പെതുക്കെ ഇത് മാറും എന്ന് പറഞ്ഞു. നമുക്ക് അറിയാമല്ലോ, ഈ സ്ട്രോക്ക് ഒക്കെ വന്ന ആളുകൾ പാരലൈസ് ആയിട്ട് പിന്നെ എത്രത്തോളം അതിൻ്റെ ഔട്ട്കം എന്നൊക്കെ നമുക്കറിയാമല്ലോ. പക്ഷെ ഞാൻ ഇത്രയും മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ, എനിക്ക് ജീവനോട് തന്നല്ലോ, അത്രയും മാത്രം. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, അപ്പം ഷായിച്ചാൻ്റെ ഒരു ജ്യേഷ്ഠൻ എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ രണ്ടും ഇങ്ങനെ കയ്യിലും എക്സസൈസ് കൊടുക്കും. ഈ അവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണെങ്കിലും 2 ദിവസം, അതായത് ICUന്ന് വെളിയിൽ ഇറക്കി 2 ദിവസം വന്ന് അവർ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തു. പിന്നെ നമ്മൾ നോൺ സൗദികളായപ്പോൾ അവർ അത്രയ്ക്കുള്ള കെയറേ ഉള്ളൂ. പക്ഷെ ഞാനും എൻ്റെ ഷായിച്ചാൻ്റെ ചേട്ടനും ഞങ്ങൾ എങ്ങനെ ഇടയ്ക്കൊക്കെ കൈയൊക്കെ അനക്കും, കാലൊക്കെ അനക്കും. അങ്ങനെ ഒരു ദിവസം സെപ്റ്റംബർ 20-ാം തീയതി ഞങ്ങളിങ്ങനെ പെതുക്കെ ഷായിച്ചാനെ കട്ടിലയിൽ ഇരുത്തി ഇങ്ങനെ കാലിങ്ങനെ പെതുക്കെ തറയിൽ കുത്തിപ്പിച്ചു. അപ്പോൾ പെതുക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിറ്റേ ദിവസമായപ്പോൾ ഞങ്ങൾ പെതുക്കെ പിടിച്ച് നടത്തി ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ,
ഒരു സപ്പോർട്ടും ഇല്ലാതെ തന്നെ നടന്ന് ബാത്റൂമിൽ പോയി. ഈ ആദ്യം വന്ന് കാണുന്നവര് പിന്നെ വന്ന് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതം, ഡോക്ടേഴ്സിന് അത്ഭുതം, നേഴ്സസിന് അത്ഭുതം, കാണുന്നവർക്കും എല്ലാം ഭയങ്കര അത്ഭുതം. ദൈവം അത്ഭുതകരമായി വിടുതൽ. ആ കൈയൊക്കെ ഇങ്ങനെ തളർന്നു കിടന്ന കൈ പെട്ടെന്ന് ഒരു കുഴപ്പവും ഇല്ലാതെ ഇങ്ങനെ കൈ ഉയർത്തി, കൈയും കാലും എല്ലാം നല്ലപോലെ ഉയർത്തി, അങ്ങനെ ഒരു കുഴപ്പവും ഇല്ലാതെ സെപ്റ്റംബർ 29 ഡിസ്ചാർജായി ഭവനത്തിൽ വരുവാൻ തക്കോണം കർത്താവ് സഹായിച്ചു. ആ ഡിസ്ചാർജ് ആയത് തന്നെ ഈ ആശുപത്രിയിൽ നിന്ന് കാറിലോട്ട് നടന്നു പോയി, ഒരു വീൽ ചെയർ ഒന്നും ഇല്ലാതെ നടന്നു പോയി കാറിലോട്ട് കയറി അങ്ങനെ വീട്ടിൽ വരുവാൻ ദൈവം സഹായിച്ചു. എല്ലാവർക്കും അത്ഭുതമായിരുന്നു. കാരണം 5% പോലും ഒരു ഹോപ്പും ഇല്ലാതെ ഇരുന്ന സ്ഥാനത്ത് 25-ാമത്തെ ദിവസം ഡിസ്ചാർജായി ഭവനത്തിൽ വരുവാൻ കർത്താവ് സഹായിച്ചു. അപ്പൊ എൻ്റെ മനസ്സില് എനിക്ക് ദൈവം തന്ന ഒരു പ്രത്യാശ എന്ന് പറയുന്നത്, ഈ ദൈവനാമത്തിന് വേണ്ടി ഒത്തിരി അധ്വാനിച്ചെന്ന് വെച്ചാൽ ഈ ആരാധന സ്വാതന്ത്ര്യം ഇല്ലാതിരിക്കുന്ന ദേശത്ത് അവിടെ ഇവിടെയൊക്കെ പോയി ഒത്തിരി ആത്മാക്കളെ കൊണ്ടുവരാനും അങ്ങനെ ഉത്സാഹത്തോടെ ഒരു മടിയും കൂടാതെ കർത്താവിന് വേണ്ടി വേല ചെയ്തുകൊണ്ടിരുന്ന ഒരു ദേവദാസൻ. അപ്പൊ ആ ദേവദാസിന്റെ കൈയും കാലും അങ്ങനെ തളർത്തിയിടാൻ ദൈവം ഒരിക്കലും സമ്മതിച്ചില്ല. അങ്ങനെ ഒരു പ്രത്യാശ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എന്നാൽ 29 ഡിസ്ചാർജ് ആയി. അതിനു മുമ്പ് 2 ദിവസം മുമ്പ് സെപ്റ്റംബർ 26 ഒരു ആൻജിയോഗ്രാം കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആൻജിയോഗ്രാം കൂടെ ചെയ്തപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഇതുപോലെ വീണ്ടും ഒരു ഫിസ്റ്റുളയുണ്ട്, അതുകൊണ്ട് ഏത് സമയത്തും ബ്ലീഡിങ് നടക്കും, അതുകൊണ്ട് ഇനി ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം എന്നാൽ ഞങ്ങൾ വിചാരിച്ചു അവിടെ തന്നെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ സൗദി അറേബ്യയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഡോക്ടർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് ഒരു തലമുടി നാര് പോലുള്ള ഒരു ബ്ലഡ് വെസൽസ് അതിൽ കൂടി കാത്തറ്റർ ഇടുമ്പോൾ ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടായി, പിന്നെ നമ്മുടെ ക്രേനിയോട്ടമി ഒക്കെ ചെയ്യേണ്ടി വരും, ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, ഇത്രയും ദൈവം അത്ഭുതം പ്രവർത്തിച്ചതാ, ഒരു സാധ്യതയില്ലാതിരുന്ന സ്ഥാനത്ത് നിന്ന് ദൈവം മരണത്തിൽ നിന്ന് തന്ന, ഇനി ഒരു റിസ്ക് എടുത്ത് ഇവിടെ ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ള ആഗ്രഹമില്ല. അങ്ങനെ ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഷൈജാന് ജോലി റിസൈൻ ചെയ്തു. അങ്ങനെ ഒക്ടോബർ 21 ഞങ്ങൾ രണ്ടുപേരും നാട്ടിൽ വന്നു. നാട്ടിൽ ചെന്ന് ഒക്ടോബർ 22 ഇവിടെ വൈക്കത്തുള്ള ഇൻഡോ മെഡിക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അവിടെ കൊണ്ട് കാണിച്ച് അവിടുത്തെ ന്യൂറോളജിസ്റ്റിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ ഈ റിപ്പോർട്ടൊക്കെ കണ്ടപ്പോൾ ഡോക്ടറിന് ഭയങ്കര അതിശയം. കാരണം ഇങ്ങനെ നോർമലായിട്ട് നടന്നു വരുന്നു. ഡോക്ടർ ഭയങ്കര അതിശയം ഈ റിപ്പോർട്ട് കണ്ടിട്ട്. അപ്പോൾ ഡോക്ടർ പിന്നെ ഈ CTയുടെ റിപ്പോർട്ട് കണ്ടിട്ട് ഈ ആൻജിയോയുടെ റിപ്പോർട്ട് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു, ഇതിന് സ്പെഷ്യലൈസ്ഡ് ഉള്ള ഒരു ഡോക്ടറുണ്ട്, അതായത് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്, അവരാണ് ഇത് ചെയ്യുന്നത്. ആ ഡോക്ടർ ഇവിടെ ഉണ്ട്, ആ ഡോക്ടർക്ക് വേണ്ടി റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ റെഫർ ചെയ്തു. ആ ഡോക്ടറെ കണ്ടു. ഡോക്ടർ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തു. അന്ന് 2 ദിവസം കഴിഞ്ഞ് ഓപ്പറേഷന് വേണ്ടി വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്, അപ്പോൾ അത് ഒത്തിരി പറഞ്ഞ സമയമില്ല. പക്ഷേ എന്തോ അവിടെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയില്ല. ആ ഡോക്ടർ ഞങ്ങൾക്ക് ശ്രീചിത്രയിലോട്ട് റെഫർ ചെയ്തു. ആ റെഫർ ചെയ്യുന്ന സമയത്ത് അന്നേരം ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ശ്രീചിത്രയിലൊക്കെ ഒരു അപ്പോയിൻമെന്റ് കിട്ടുമെന്ന് വെച്ചാൽ ഭയങ്കര പ്രയാസമാണല്ലോ. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒരു ദിവസം ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻഡോ അമേരിക്കയിൽ നിന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ ശ്രീചിത്രയിൽ പോയി. അവിടുത്തെ കാഷ്വാലിറ്റി കൊണ്ട് കാണിച്ചപ്പം എന്തോ അത്ഭുതമാണെന്ന് അറിയത്തില്ല. ന്യൂറോളജിസ്റ്റിനെ കണ്ടു. ന്യൂറോളജിസ്റ്റ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റിനെ റെഫർ ചെയ്തു. അങ്ങനെ അവിടുത്തെ ഡോക്ടറെ കണ്ടു. ഡോക്ടർമാരും ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ, ഇങ്ങനെ നടന്നു വന്ന ഒരാളിനെ കണ്ടപ്പോൾ ഡോക്ടേഴ്സിനും ഭയങ്കര അത്ഭുതം. ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് ഒന്നുകൂടെ ഒരു MRI ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ MRI ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, അവിടെ നിന്ന് കണ്ട റിപ്പോർട്ട് പോലല്ല, ഇപ്പൊ ഫിസ്റ്റുളയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് നമ്മുടെ മനസ്സിൽ പിന്നെ ഒരു അങ്കലാപ്പ്. എന്നാൽ പിന്നെ ഡോക്ടറോട് പറഞ്ഞു വേറെ എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ? അപ്പോൾ ഡോക്ടർ വന്നു, എന്നാൽ ഒന്നുകൂടെ ആൻജിയോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഒന്നുകൂടെ ആൻജിയോഗ്രാം ചെയ്തു. ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ ഫിസ്റ്റുള തന്നെ അടഞ്ഞു. ഈ 1.5 മാസം കൊണ്ട് ആ ഫിസ്റ്റുള തന്നെ അടഞ്ഞു, അതുകൊണ്ട് ഇനി ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഡിസ്ചാർജായി ഞങ്ങൾ ഭവനത്തിൽ വന്നു. ഭവനത്തിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ നവംബർ മാസം അവസാനമായപ്പോൾ ഞാൻ ഇങ്ങനെ സൗദിക്ക് തിരിച്ചു വന്നു. ഷൈജാൻ നാട്ടിൽ നിന്നു. എൻ്റെ മാതാപിതാക്കളോടൊപ്പം കുറച്ച് ദിവസം നിന്നു. പിന്നെ ഷൈജാൻ്റെ സഹോദരൻ്റെ കുടുംബം ഉണ്ടായിരുന്നു, അവിടെ നിന്നു. അങ്ങനെ അവിടെ നിന്നു, കുഴപ്പമൊന്നുമില്ല. എങ്കിലും പിന്നെ എല്ലാം നോർമലായി. അപ്പം പിന്നെ തന്നെ അവിടെ നിൽക്കണമല്ലോ. അപ്പം എന്നോട് പറഞ്ഞു ഇവിടെ ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം ഞാൻ എന്തായാലും സൗദിക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ 2020 ജനുവരി 8 ഞാൻ വിസിറ്റിംഗ് വിസ എടുത്തു. ഷൈജാനെ ഇവിടെ സൗദിയുടെ പ്രദേശത്തേക്ക് കൊണ്ടുവന്നു.
അങ്ങനെ കൊണ്ടുവന്ന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ വന്ന് കാണുന്നവർക്കൊക്കെ ഭയങ്കര അത്ഭുതം. ഇവിടെ സാധനം വാങ്ങിക്കാൻ കടയിലൊക്കെ പോകുമ്പോൾ ഹിന്ദുക്കൾ അയക്കുന്ന സഹോദരന്മാരും മുസ്ലിങ്ങളും ഒക്കെ പറയും, യോ ഷായിച്ചാൻ അച്ഛൻ എന്തൊരു അത്ഭുതമാണ് ദൈവം ചെയ്തത്. അച്ഛൻ സേവിക്കുന്ന ദൈവം വലിയ ദൈവം, ഞങ്ങൾ ആരും വിചാരിച്ചില്ല. അന്ന് വന്ന് കണ്ടപ്പോൾ ഇങ്ങനെ നോർമലായിട്ട് നടന്നു വരുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല. ഷായിച്ചാൻ സേവിക്കുന്ന ദൈവം വലിയ ദൈവം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു. സഭയുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുറേ ഈ ബ്ലീഡിങ് ഇങ്ങനെ വന്നത് കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ മറന്നുപോയി. കുറേ വാക്യങ്ങളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇച്ചിരൊക്കെ മറവി ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ എപ്പോഴും പ്രാർത്ഥന, വേദപുസ്തകം വായന, പിന്നെ ഉപവസിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഉപവസിപ്പിച്ചിട്ടില്ല. എപ്പോഴും, അതായത് എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി, അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് രാത്രിയിലൊക്കെ ഇരുന്ന് ബൈബിൾ വായിക്കും, ഭയങ്കര പ്രാർത്ഥന, അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നുകൊണ്ട് പോയി. എന്നാൽ 2020 മാർച്ച് 19 രാവിലെ എന്നെ ഡ്യൂട്ടിക്ക് കൊണ്ടുവിട്ടു. ഡ്യൂട്ടിക്ക് കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ഇതുപോലെ റൂമിൽ വന്നു. കാരണം ഞാൻ പറഞ്ഞായിരുന്നു റൂമിൽ വരുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കണം, കാരണം ഇത്രയും വയ്യാതെ വന്നേല്ലേ, ഇപ്പോൾ വണ്ടിയൊക്കെ ഓടിച്ച് വരുമ്പോൾ മെസ്സേജ് അയക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയച്ചു. എന്നാൽ ഇത് 19-ാം തീയതി, ഈ മാർച്ച് മാസം 15-ാം തീയതി സൗദിയിലെല്ലാം കൊറോണ മൂലം ലോക്ക്ഡൗൺ ആയി. അത് മാർച്ച് 21 മുതൽ നമ്മുടെ നാട്ടിലും ലോക്ക്ഡൗണ്. അങ്ങനെ അതുകൊണ്ട് മോള് നേഴ്സിങ്ങിന് അവിടെ പഠിക്കുന്നു. പൂനെയിൽ നിന്ന് നാട്ടിലോട്ട് ട്രെയിനിൽ പോകുന്നു. രണ്ടാമത്തെ മോള് 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞു. 18-ാം തീയതി പരീക്ഷ കഴിഞ്ഞു. മോളെ പിറ്റേ ദിവസം ചേട്ടൻ്റെ മോള് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഷായിച്ചാൻ അറേഞ്ച് ചെയ്തു. മോളും 19-ാം തീയതി വീട്ടിലോട്ട് പോവാം. അപ്പം എന്നെ കൊണ്ട് വിട്ട് കഴിഞ്ഞ് കുറച്ച് നേരം ഷായിച്ചാൻ കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് ഒരു 9:30 ആയപ്പം മൂത്ത മോളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ട്രെയിനിൻ്റെ വാതിലിൻ്റെ അവിടെ ഒന്നും പോയി നിൽക്കരുത്, അവിടെ ഇവിടെ ഒന്നും തുടരുത്, കൊറോണയാണ്, നീ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ മോള് ഞാൻ വീട്ടിലോട്ട് പോവാ പപ്പ എന്ന് പറഞ്ഞിട്ട് ഒരു 11-12 മണിയായപ്പോൾ മോള് വിളിച്ചു. അപ്പോൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മി വിളിച്ചോ പപ്പായെ? ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കിയിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പം ഞാൻ വാട്സപ്പിൽ ലാസ്റ്റ് സീൻ നോക്കി. അന്നേരം 11:30 ആയപ്പോൾ ഗ്രൂപ്പിൽ ഒരു പാട്ട് ഷെയർ ചെയ്തായിരുന്നു. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല എന്ന് പാട്ട് ഷെയർ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു പപ്പ ഉറങ്ങുമായിരിക്കും. പിന്നെ ഒരു 12:15 ഞാൻ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. അപ്പം എനിക്ക് എന്തോ പന്തികേട് തോന്നി. കാരണം ഒരിക്കലും അങ്ങനെ ഫോൺ എടുക്കാതിരിക്കത്തില്ല. ബാത്റൂമിൽ പോയാലും തിരിച്ചു വരുമ്പോൾ എൻ്റെ ഫോൺ എടുക്കും. പെട്ടെന്ന് എനിക്കെന്തോ ഒരു ഇതുപോലെ തോന്നി. അപ്പോൾ വേറെ 2 സഹോദരന്മാരും ഞങ്ങളുടെ ചർച്ചിലുള്ള സഹോദരന്മാർ റൂമിൻ്റെ അടുത്ത് താമസിക്കുന്നുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, ഇതുപോലെ ഷായിച്ചാൻ ഫോൺ എടുക്കുന്നില്ല. ഞാൻ എൻ്റെ ഹോസ്പിറ്റലിലും പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിന് എന്തോ പറ്റിയിട്ടുണ്ട്, കാരണം ഫോൺ എടുക്കുന്നില്ല, എന്നെ പെട്ടെന്നൊന്ന് കൊണ്ടുവിടാവോ. അപ്പോൾ അവർ ഒരു മെയിൽ നേഴ്സിനെ അറേഞ്ച് ചെയ്തു. അങ്ങനെ എന്നെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് അവർ ഈ സഹോദരന്മാർ താഴെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മമ്മേ വണ്ടി താഴെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇവരെ താക്കോലുണ്ടായിരുന്നു. ആരാധന നടക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ഷായിച്ചാൻ ഇങ്ങനെ വയ്യാതിരിക്കുന്നതുകൊണ്ട് ഒരു താക്കോൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു പെട്ടെന്ന് പോയെന്നാൽ കതവ് തുറന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ കതവ് തുറന്ന് നോക്കി. പിന്നെ ഞാൻ വിളിക്കുമ്പോൾ ഇവർ ഫോൺ എടുക്കുന്നില്ല. പെട്ടെന്ന് ഞാനും ഇങ്ങനെ വന്ന് ഞാൻ ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ റോഡിൻ്റെ അവിടെ ആയപ്പോഴും ഞാൻ കണ്ടു ഈ വണ്ടിയിൽ ഇവര് സഹോദരന്മാർ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഷായിച്ചാൻ ഇങ്ങനെ വണ്ടിയുടെ പുറകിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ കണ്ടു. ഞാൻ പിന്നെ പെട്ടെന്ന് ആ മെയിൽ നേഴ്സിനോട് പറഞ്ഞു, ഈ വണ്ടിയുടെ പുറകെ എന്നെ കൊണ്ടുപോകും. അങ്ങനെ നേരത്തെ കിടന്ന ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി അവർ ഞാൻ ചെല്ലുന്നതിന് മുമ്പ് കാഷ്വാലിറ്റിയോട്ട് കയറ്റിയായിരുന്നു. കാഷ്വാലിറ്റി ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അവർ CPR കൊടുക്കുക. പിന്നെ അവരൊരു അരമണിക്കൂറോളം ട്രൈ ചെയ്തു. പക്ഷേ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഓൾറെഡി പൾസും BP ഒന്നും ഇല്ലായിരുന്നു, ഇവിടെ വന്നപ്പം പൾസും BP ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ മാർച്ച് 19-ാം തീയതി 2020 മാർച്ച് 19-ാം തീയതി ഷായിച്ചാൻ നിത്യതയിൽ ചേർക്കപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ വലിയ പ്രതികൂലത്തിൽ കൂടെ കടന്നുപോയി. കാരണം ഫ്ലൈറ്റ് ഒന്നും ചാലുമല്ല, ഇവിടെ ലോക്ക്ഡൗണ്, കുഞ്ഞുങ്ങൾ 2 പേരും നാട്ടിൽ, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ. നമ്മുടെ ജീവിതത്തിലൊക്കെ മരണമൊക്കെ സംഭവിക്കുമെങ്കിലും ഒരാളല്ലെങ്കിൽ വേറൊരാളെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവും. ഒന്നുകിൽ നമ്മുടെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ, ആരെങ്കിലും നമ്മുടെ കൂടെ കാണും. പക്ഷേ എൻ്റെ അവസ്ഥ വന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അങ്ങനെ ബോഡി ഇവിടെ ഉള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് മോർച്ചറിയിലോട്ട് മാറ്റി.
ആ മോർച്ചറിയുടെ അടുത്ത് തന്നെ ഞങ്ങളുടെ ഒരു സഹോദരൻ താമസിക്കുന്നുണ്ട്. അപ്പം എന്നോട് പറഞ്ഞ, ഞങ്ങൾ മറ്റുള്ള സഹോദരന്മാർ പറഞ്ഞു, ഈ അമ്മമ്മ ഏതായാലും ബോഡി ഇവിടെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഇവിടെ അല്ലേ, അപ്പോൾ ഷായിച്ചാൻ ഇപ്പം ഇല്ലെന്നുള്ളത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ബോഡിയെങ്കിലും ഇവിടെ ഉണ്ടല്ലോ, അപ്പം അതിൻ്റെ അടുത്ത് തന്നെ അമ്മമ്മ വന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ തന്നെ എന്നെ ആക്കി. അങ്ങനെ ഞാൻ ഒരാഴ്ച അവിടെ നിന്നു. ഒരാഴ്ച അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ചർച്ചിലുള്ള വേറൊരു സഹോദരൻ എന്നെ അവരുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി. ആ സഹോദരനായി ഇപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ ഇവിടെ ദേവദാസനായിട്ട് ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ ഒരു 2-3 ആഴ്ചയോളം എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ താമസിച്ചു. എന്നാൽ ഈ ഒരാഴ്ച ഈ ബോഡി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെച്ചോണ്ട് ഒരാഴ്ച അവർ ഫ്രീ ആയിട്ട് വെക്കും. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ദിവസത്തിന് 200 റിയാൽ വെച്ച് കൊടുക്കണം. അപ്പം പിന്നെ അതൊരു പ്രശ്നമാണ്. അപ്പം ഇനി എന്ത് ചെയ്യും? അങ്ങനെ ഇരുന്നപ്പോൾ അപ്പം ഈ ഷായിച്ചാൻ ഇങ്ങനെ വയ്യാതായി 1 മാസം കഴിഞ്ഞ് വയ്യാതെ ഇങ്ങനെ വന്നതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ പണ്ട് എൻ്റെ ട്രാൻസ്ഫർ ക്യാൻസലാക്കി ആ സൗദി ഷായിച്ചാനെ ഇങ്ങനെ വിളിച്ചു. അതുവരെ ഒരു കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഷായിച്ചാൻ്റെ ഫോണിൽ നിന്ന് പുള്ളിക്കാരൻ്റെ ഫോൺ നമ്പറൊക്കെ പോയി. അപ്പോൾ പുള്ളിക്കാരൻ ഷായിച്ചാനോട് പറഞ്ഞു, ഞാൻ കുറേ ദിവസം കൊണ്ട് ഷാജിയെ വിളിക്കുക, കിട്ടുന്നില്ല, എന്ത് പറ്റി എന്ന് ചോദിച്ചു. അപ്പോൾ ഷായിച്ചാൻ പറഞ്ഞതുപോലെ ഞാൻ വയ്യാതിരുന്നു, ഞാട്ടിപ്പോയി, എന്നിട്ട് എക്സിറ്റ് പോയിട്ട് ഇപ്പം വിസിറ്റിംഗ് വിസയിൽ വന്നതാ, അയ്യോ ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു, ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, നമ്പർ സേവ് ചെയ്ത് വെക്കുക എന്ന് പുള്ളിക്കാരൻ പിന്നെയും പറഞ്ഞു. അപ്പോൾ ഈ കാര്യം ഷായിച്ചാൻ എന്നോട് പറഞ്ഞായിരുന്നു. പെട്ടെന്ന് എനിക്ക് പുള്ളിക്കാരനെ ഓർമ്മ വന്നു. ഞാൻ പുള്ളിക്കാരനെ വിളിച്ചു. ഇങ്ങനെ പുള്ളിക്കാരനോട് പറഞ്ഞു, ഇങ്ങനെ ഷായിച്ചാൻ ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരനും ഭയങ്കര ഒരു ഷോക്കായി പോയി. കാരണം ആക്ച്വലി ഒരു സാധനം കൊണ്ട് കൊടുത്ത ഒരു പരിചയമേ ഉള്ളൂ, പക്ഷേ ഒരു ഭയങ്കര ഒരു ആത്മാർത്ഥ ഒരു സഹോദരനെ പോലെയായിരുന്നു. ഒരു സൗദിയ. പുള്ളിക്കാരന് ഭയങ്കര വിഷമമായി. പുള്ളിക്കാരനോട് പറഞ്ഞു, സിസ്റ്റർ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതുപോലെ മോർച്ചറിയുടെ കാര്യം പറഞ്ഞു. അപ്പം സൗദി പറഞ്ഞു, ഓക്കെ, ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞ് വിളിച്ചപ്പം അതായത് ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ മോർച്ചറി അവിടെ എല്ലാം ഫുള്ളായി. കാരണം ഈ കൊറോണയുടെ പ്രയാസം കാരണം മോർച്ചറി എല്ലാം ഫുള്ളായി. പക്ഷേ ഈ പുള്ളിക്കാരൻ ഈ സൗദി വിളിച്ച് അവിടുത്തെ മോർച്ചറിയുടെ മുതിയനോട് സംസാരിച്ച് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, എത്ര നാൾ വേണമെങ്കിലും ബോഡി ഇവിടെ വെക്കാം, കൊണ്ടുവരാം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ പറഞ്ഞു. അങ്ങനെ ദൈവം എന്തോ തൻ്റെ ദൂതനെ അയച്ച് പ്രവർത്തിച്ചതുപോലെ അങ്ങനെ ഏകദേശം 51 ദിവസത്തോളം ആ ബോഡി ആ മോർച്ചറിയിലായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളോട് ഞാൻ പിന്നെ പറഞ്ഞിട്ടില്ല. കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ പറയും, പപ്പ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പം ഞാൻ പറഞ്ഞു, പപ്പ ഇതുപോലെ പണ്ട് നേരത്തെ വന്നതുപോലെ ഇങ്ങനെ പപ്പ സീരിയസ് വെന്റിലേറ്ററല്ല എന്ന് പറയാം. അപ്പം മൂത്ത മോളോട് പറഞ്ഞു, പപ്പായൊന്ന് കാണിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കൊറോണയുടെ ഇതായത് കാരണം കാണിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആ ഒരു വിഷമം. കാരണം കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് അവരറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അത്ര ഒരു വിഷമം വരത്തില്ല. ഇത് കുഞ്ഞുങ്ങളോടും പറഞ്ഞിട്ടില്ല, ഞാൻ ഒറ്റയ്ക്ക്. അപ്പോൾ പക്ഷേ എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഒത്തിരി അവരെന്നെ ഹെൽപ്പ് ചെയ്തു. ഷൈജാന് വയ്യാതെ വന്ന സമയത്ത് ഏകദേശം 3 മാസത്തോളം അവധിയും കാര്യങ്ങളും അവർ ക്രമീകരിച്ച് തന്നു. അത് കഴിഞ്ഞിട്ട് ഈ സമയം ആകുമ്പോഴും ഈ ഈ അതായത് ഈ ബോഡി മോർച്ചറി ഇരിക്കുന്ന സമയത്തും ഞങ്ങളുടെ നേഴ്സിംഗ് ഡയറക്ടർ പറഞ്ഞു, ഇനി നീ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട, നിന്റെ മനസ്സ് ഫ്രീ ആകുമ്പോൾ നിനക്ക് എപ്പം ജോലി ചെയ്യണമെന്ന് തോന്നുമ്പോൾ നീ വന്ന് ചെയ്താൽ മതി, അതുവരെ നിന്റെ വെക്കേഷനോ അതോ ഒന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാനിങ്ങനെ 3 ആഴ്ച ആ സഹോദരൻ്റെ വീട്ടിൽ, ഇപ്പോഴത്തെ ദേവദാസന്റെ വീട്ടിലായിരുന്നു. അവിടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എന്തോ ഒരു മനസ്സിനൊക്കെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥ. അപ്പം ഞാൻ വിചാരിച്ചു, ഇനിയും ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഇച്ചിരൊക്കെ മനസ്സിനൊരു സമാധാനം വരുമല്ലോ. അങ്ങനെ ഞാൻ മോസ്റ്റ്ലി വന്ന് ഞാൻ ഡ്യൂട്ടിക്ക് കയറിയാലും മനസ്സിലെല്ലാം ഈ ഒരു ചിന്തയാണ്, ബോഡി ഇവിടെ ഇരിക്കുന്നു, കുഞ്ഞുങ്ങൾ നാട്ടിൽ, അവരോട് പറഞ്ഞിട്ടില്ല, ഇതെന്തോ ചെയ്യും, ഇങ്ങനെ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഒത്തിരി ഞങ്ങൾ ഈ ബോഡി നാട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒത്തിരി ട്രൈ ചെയ്തു. പക്ഷേ കൊറോണ കൂടിയ കാരണം മോർച്ചറി എല്ലാം നടന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഇവരൊരു 40 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, എന്തായാലും ചിലപ്പോൾ ബോഡി ഇവിടെ അടക്കം ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്കത് ഒട്ടും പറ്റത്തില്ല. കാരണം അറ്റ്ലീസ്റ്റ് കുഞ്ഞുങ്ങളെങ്കിലും കൊണ്ടുവന്ന് ബോഡി ഒന്ന് കാണിക്കണം. അത്രയും മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഒത്തിരി ട്രൈ ചെയ്ത് എൻ്റെ ഷൈജാൻ്റെ സഹോദരങ്ങൾ അവിടെ റിയാദിൽ ചെന്ന് അവിടെ എംബസിയിലൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ പോലും കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്ക് സമയമില്ല, പിന്നെ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞ് അങ്ങനെ നിരാശയോടെ വിട്ടു. ഞാനാണെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു, ഉമ്മൻചാണ്ടി സാറിനെ വിളിച്ചു, ഈ കേന്ദ്ര സഹമന്ത്രി എന്നാണ് BJPയുടെ
മുരളീധരൻ, ആ പുള്ളിക്കാരനെ വിളിച്ചു. അവർക്കൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഈ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ആകാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. ദൈവമേ എന്ത് ചെയ്യും? ഇങ്ങനെ ഒത്തിരി ഒത്തിരി ആ വിഷയത്തിൽ ഭാരപ്പെട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 45 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു കേട്ടു, കാർഗോ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ എന്നാൽ കാർഗോ ഫ്ലൈറ്റിലെ ബോഡി നാട്ടിലോട്ട് വിടാം, അതിനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. ആ കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോഴും അവിടെ ഒത്തിരി തടസ്സങ്ങളാണ്. കാരണം കൊറോണയുടെ സമയം. അപ്പം ഈ എമിറേറ്റ്സിന്റെ കാർഗോ ഫ്ലൈറ്റിൽ ബോഡി കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ജ്യേഷ്ഠന്മാർ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആ സമയത്ത് അവിടുന്ന് പറഞ്ഞു കൊറോണ ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ഈ മോർച്ചറിയിൽ ഇരിക്കുന്ന ഒരു ബോഡിയുടെ കൊറോണ ടെസ്റ്റ് ആരും അങ്ങനെ മോർച്ചറിയിൽ പോയി ചെയ്യത്തില്ല. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞങ്ങൾക്കാണെങ്കിൽ എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഞാനൊരു സൈക്കാട്രി ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഈ കൊറോണ കേസോ ഇങ്ങനെ കൊറോണയുടെ ടെസ്റ്റ് ചെയ്യുന്ന സംഭവമൊന്നുമില്ല. അപ്പൊ എൻ്റെ കൂട്ടുകാരി, എൻ്റെ റൂമിൽ താമസിക്കുന്ന എൻ്റെ കൂട്ടുകാരി ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെയുള്ള ഇൻഫെക്ഷൻ കൺട്രോളിൽ ആ ഒരു ബ്രദർ അലി എന്ന് പറയുന്ന ഒരു ബ്രദറിനോട് പറഞ്ഞു. ആ ബ്രദർ അന്നേരം അറിയുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞു, അയ്യോ ഒന്നും വിഷമിക്കേണ്ട, സിസ്റ്ററിനോട് ധൈര്യമായിട്ട് ഇരിക്കാൻ പറ, ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പുള്ളിക്കാരൻ തന്നെ ഈ മോർച്ചറിയിൽ പോയി കൊറോണ ടെസ്റ്റ് ചെയ്തു. അതിൻ്റെ റിസൾട്ട് നെഗറ്റീവായിട്ട് അതിൻ്റെ റിപ്പോർട്ട് എനിക്ക് അയച്ചു തരുവാൻ തക്കോണം ഇടയായി തീർന്നു. അത് കഴിഞ്ഞിട്ട് പിന്നുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ എംഫാം ചെയ്ത സർട്ടിഫിക്കറ്റ് വേണം. ആ എംഫാം ചെയ്ത സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഈ മോർച്ചറിയുടെ മുദീർ എന്തോ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്താലേ ബോഡി വെളിയിൽ ഇറക്കത്തുള്ളൂ. അങ്ങനെ എന്തോ ഒരു പേപ്പറിൻ്റെ വിഷയം ഉണ്ടായി. ഇനി അതെന്തോ ചെയ്യും? അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ നേരത്തെ മോർച്ചറിയുടെ കാര്യങ്ങൾ ശരിയാക്കി തന്ന ഇബ്രാഹിം എന്ന് പറഞ്ഞ ആ സൗദിയെ വിളിച്ചു. പുള്ളിക്കാരൻ്റെ ആ മുദീറുമായിട്ട് സംസാരിച്ചു. ഒരു പേപ്പറും ഒന്നുമില്ലാതെ എംബാം ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം പുള്ളിക്കാരൻ തന്നെ റെഡിയാക്കി ആ കാര്യങ്ങളെല്ലാം ദൈവം ക്രമീകരിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഈ കാർഗോ ഫ്ലൈറ്റ് അബേന്ന് ഞങ്ങൾ താമസിക്കുന്ന അബേയിൽ നിന്നില്ല, റിയാദിൽ നിന്നേ ഉള്ളൂ. ഈ അബേന്ന് റിയാദിലോട്ട് ഏകദേശം 1000 കിലോമീറ്റർ ദൂരമുണ്ട്, ഫ്ലൈറ്റ് ഒന്നുമില്ല. പിന്നെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ റോഡ് മാർഗം ബോഡി അബേന്ന് റിയാദിലോട്ട് കൊണ്ടുവരണം. ഇനി അതിനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ അതിനുവേണ്ടി ചേട്ടന്മാരും എല്ലാവരും ഒത്തിരി പരിശ്രമിച്ചു. ഇവിടുത്തെ പോലീസിന്റെ പെർമിഷൻ വേണം, ഒത്തിരി കാര്യങ്ങൾ അതിന്റെ പുറകെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ആരോടെങ്കിലും ഒക്കെ പറഞ്ഞ് നമുക്ക് ചെയ്യാം. ഈ നമ്മളൊക്കെ ഒന്നും അറിയാത്ത ഈ രാജ്യത്ത് എന്ത് ചെയ്യും? അങ്ങനെ പെട്ടെന്ന് ചേട്ടന് റിയാദിലുള്ള ഒരു സുഡാനിയുമായിട്ട് സംസാരിച്ചു. അങ്ങനെ സുഡാനി അയാളുടെ വണ്ടി വിട്ട് തന്നു. ഒന്ന് ആംബുലൻസ് ആയിരുന്നു എന്ന് തോന്നുന്നു, ഇട്ട് തന്നു. അങ്ങനെ മെയ് മാസം 8-ാം തീയതി ഒരു ചേട്ടനും കൂടെ റിയാദിൽ നിന്ന് വന്നായിരുന്നു. അങ്ങനെ മെയ് മാസം 8-ാം തീയതി ബോഡി ഇവിടുന്ന് അബേന്ന് റിയാദിലോട്ട് കൊണ്ടുപോയി. അവിടെ നിന്ന് മെയ് മാസം 12-ാം തീയതി നാട്ടിൽ കൊണ്ടുവന്നു. എന്നാൽ എനിക്ക് അതിൻ്റെ കൂട്ടത്തിൽ പോകാൻ പറ്റിയില്ല. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് അവരൊത്തിരി ട്രൈ ചെയ്തു എന്നെ ആ കൂട്ടത്തിൽ വിടാൻ വേണ്ടി. പക്ഷെ ഒന്നും പറ്റത്തില്ല. കാരണം ഫ്ലൈറ്റ് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഫ്ലൈറ്റ് എല്ലാം ബന്ധായിട്ടിരിക്കും. അതുകൊണ്ടൊന്നും പറ്റത്തില്ല. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒത്തിരി അവർ ട്രൈ ചെയ്തു. അങ്ങനെ ബോഡി മെയ് മാസം 12-ാം തീയതി ഏകദേശം 51 ദിവസത്തോളം ആ ബോഡി മോർച്ചറിയിലായിരുന്നു. അങ്ങനെ നാട്ടിൽ കൊണ്ടുവന്നു, കുഞ്ഞുങ്ങളെ കാണിച്ചു. അങ്ങനെ പിന്നീട് സർവീസൊക്കെ അനുകൂലമായി നടക്കുവാൻ കർത്താവ് സഹായിച്ചു. ആ പിന്നീട് സർവീസിന്റെ സമയത്താണെങ്കിലും എൻ്റെ സഹോദരങ്ങൾ ആരും നാട്ടിലില്ല, ഷായിച്ചാൻ്റെ സഹോദരങ്ങൾ ആരും നാട്ടിലില്ല. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ വീട് വെച്ചിരിക്കുന്ന പന്തളത്താ, ഷായിച്ചാൻ്റെ വീട് വള്ളികുന്നത്താ. അപ്പൊ ആദ്യം പന്തളത്തെ ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ട് പിന്നെ വള്ളികുന്നത്ത് ഷായിച്ചാൻ്റെ സ്വന്തം ദേശത്ത് കൊണ്ടുപോയി അടക്കിയത്. പക്ഷെ ആരും ഷായിച്ചാൻ്റെ സഹോദരങ്ങളോ എൻ്റെ സഹോദരങ്ങളോ ആരും ഇല്ലായിരുന്നു. പക്ഷെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, എല്ലാ കാര്യങ്ങളും ദൈവം ഭംഗിയായിട്ട് എല്ലാം നല്ല രീതിയിൽ ആ കൊറോണയുടെ സമയത്താണെങ്കിലും എല്ലാം നല്ല രീതിയിൽ ആ ശുശ്രൂഷകളൊക്കെ ചെയ്യുവാൻ തക്കോണം കർത്താവ് സഹായിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി സംഭവങ്ങളുണ്ട്. പിന്നെ ചർച്ചിൻ്റെ കാര്യങ്ങൾ ഒരാളെ ഏൽപ്പിക്കണം. അപ്പം അതിനു മുമ്പ് ആ കാര്യങ്ങളും ഒക്കെ ഷായിച്ചാൻ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒത്തിരി ഉണ്ട് പറയാൻ. അങ്ങനെ സഭയുടെ കാര്യങ്ങളൊക്കെ ഒരു ഇവിടെ ഞങ്ങളുടെ കൂടെ പേര് ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരനെ ഏൽപ്പിച്ചു. സഭയൊക്കെ അനുഗ്രഹമായിട്ട് പോകുന്നു. ഇപ്പം ഏകദേശം 70 സഹോദരങ്ങളോളം ചർച്ചിലുണ്ട്. സ്നാനങ്ങളൊക്കെ നടക്കുവാൻ കർത്താവ്
കർത്താവ് സഹായിച്ചു. ഞങ്ങൾ വേറെ 2 റൂമും കൂടെ ദൈവം തന്നു ആരാധനയ്ക്ക് വേണ്ടി. അങ്ങനെ സഭ വളരെ അനുഗ്രഹമായിട്ട് പോകാൻ തക്കണം കർത്താവ് സഹായിച്ചു. പിന്നെ മൂത്ത മോള് നേഴ്സിംഗ് ഒക്കെ പഠിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ വിവാഹമൊക്കെ നടക്കുവാൻ കർത്താവ് സഹായിച്ചു. ഈ വയ്യാതെ വന്ന സമയത്ത് വയ്യാതെ വന്ന് നോർമൽ ആയപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, ചർച്ചിലുള്ള സഹോദരങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങളൊക്കെ വിചാരിച്ച അമ്മാമ്മേ ഷൈച്ചാൻ എന്തെങ്കിലും പറ്റിയാമോ, 2 പെൺകുഞ്ഞുങ്ങളാ, കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ എന്തായി തീരുമെന്നൊക്കെ അവരിങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. പക്ഷെ ദൈവമക്കളെ, അത്ഭുതം എന്ന് പറയട്ടെ, ഒരു പിതാവ് ഉള്ളപ്പോഴെങ്ങനെ നടക്കുക അതിനെക്കാട്ടി ശ്രേഷ്ഠതയോടെ കുഞ്ഞുങ്ങളുടെ വിവാഹകാര്യങ്ങളെല്ലാം അനുഗ്രഹമായി നടക്കും. എൻ്റെ കൊണ്ടും കർത്താവ് സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലിനെ കർത്താവ് തന്നു. അങ്ങനെ കുഞ്ഞുങ്ങളെ ഒരു സന്തോഷത്തോടെ ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇളയ മോള് +2 കഴിഞ്ഞിട്ട് അപ്പം ഞാൻ പ്രാർത്ഥിച്ചില്ല. പ്രാർത്ഥിക്കുന്ന വെച്ചാൽ ദൈവത്തിന്റെ ഹിതം, അവൾക്ക് എന്താ അഡ്മിഷന്, എനിക്ക് വെക്കേഷന് പോകുന്ന സമയത്ത് അവൾക്ക് അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണം, അല്ലെങ്കിൽ വേറെ ആരും ഇല്ലല്ലോ. അപ്പൊ +2 കഴിഞ്ഞ് അവള് നേഴ്സിങ്ങിന് വേണ്ടി എല്ലായിടത്തും അഡ്മിഷന് കൊടുത്തു. നീറ്റിന് വേണ്ടിയും അവൾ പ്രിപ്പയർ ചെയ്ത് നീറ്റ് എക്സാം എഴുതി. അവൾക്ക് നേഴ്സിങ്ങിന് വെല്ലൂര് CMC തന്നെ അവൾക്ക് ഇന്റർവ്യൂവിന് വേണ്ടി അവളെ വിളിച്ചു. റിട്ടേൺ ടെസ്റ്റ് പാസ്സായി ഇന്റർവ്യൂവിന് വിളിച്ചു. അങ്ങനെ വെല്ലൂരിലെ നേഴ്സിങ്ങിന്റെ അഡ്മിഷന് വേണ്ടി കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ വേണ്ടി ഞാൻ ജൂലൈ മാസം 3-ാം തീയതി ഇവിടുന്ന് വെക്കേഷന് വേണ്ടി നാട്ടിൽ കടന്നു പോയി. ഞാൻ 3-ന് എൻ്റെ ടിക്കറ്റാണ്. എന്നാൽ 2-ാം തീയതി അവൾക്ക് നീറ്റിന്റെ റിസൾട്ട് വന്നു. ആ റിസൾട്ടിൻ്റെ അകത്ത് മോക്ക് റാങ്ക് ലിസ്റ്റിൽ അവിടെ പേരുണ്ടായിരുന്നു. അങ്ങനെ നേഴ്സിങ്ങിന് വിടാതെ വേണം ആ കാരക്കോണം മെഡിക്കൽ കോളേജിൽ തന്നെ അവൾക്ക് അഡ്മിഷൻ കിട്ടുവാൻ കർത്താവ് സഹായിച്ചു. ആക്ച്വലി വെല്ലൂര് CMCയിൽ അഡ്മിഷന് വേണ്ടി ടിക്കറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ എടുത്തത്. 9-ാം തീയതി വെല്ലൂര് പോകാൻ വേണ്ടി ഞാനും 2 മക്കളുടെയും കൂടെ ടിക്കറ്റും ഒക്കെ എടുത്തത്. പക്ഷെ ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വേറൊരു രീതിയാണ്. നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ എന്ന് കർത്താവ് പറഞ്ഞതുപോലെ നമ്മളെ പറ്റി ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അപ്പം അങ്ങനെ മോൾക്ക് അവിടെ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. ഇപ്പം 3-ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നല്ല നല്ല 2 കുഞ്ഞുങ്ങളെ, 2 അല്ല ഇപ്പം 3 കുഞ്ഞുങ്ങളെ ദൈവം തന്നു. നമ്മുടെ വിഷമങ്ങളൊക്കെ അറിഞ്ഞ് എന്നെ വിഷമിപ്പിക്കാത്ത കുഞ്ഞുങ്ങൾ, എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. കാരണം ഒത്തിരി കുഞ്ഞുങ്ങൾ ഇങ്ങനെ മാതാപിതാക്കളെ വിഷമിപ്പിക്കുകയും ഒക്കെ പറയും എൻ്റെ കുഞ്ഞുങ്ങൾ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് മോള് ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളോട് ഈ പപ്പ മരിച്ച കാര്യം പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇത് ഒരു ഏപ്രിൽ ലാസ്റ്റ് ആയപ്പം ഇതുപോലെ ചേട്ടൻ്റെ മോളുടെ ഫോണിൽ നിന്ന് മൂത്ത മോക്ക് മനസ്സിലായത് പപ്പ മരിച്ചെന്നുള്ള കാര്യം. അവൾ എന്നോട് പറഞ്ഞില്ല. ഞാൻ വിളിച്ചപ്പോൾ അവളിങ്ങനെ സിറ്റൗട്ടിൽ ഇങ്ങനെ നടക്കുന്നു. അപ്പൊ എന്നോടൊന്നും പറഞ്ഞില്ല. പക്ഷെ അവിടെ കൂട്ടുകാരിയെ വിളിച്ചവള് പറഞ്ഞു, എൻ്റെ പപ്പ പോയി എന്ന് പറഞ്ഞു. ആ കൂട്ടുകാരി എന്നെ വിളിച്ചു പറഞ്ഞു, ആൻറ്റി ഗസിയ അറിഞ്ഞു, പപ്പ മരിച്ച കാര്യം ഗസിയ അറിഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുഞ്ഞുങ്ങളെ വിളിച്ചു. പക്ഷെ എൻ്റെ മുമ്പിൽ അവർ കരയത്തില്ല. ഒത്തിരി അവർ പിടിച്ചു നിന്നു, അമ്മ വിഷമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ അനുഗ്രഹപ്പെട്ട കുഞ്ഞുങ്ങളെ കർത്താവ് തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഷൈജാൻ്റെ ഫ്യൂണറൽ നടക്കുന്ന മെയ് മാസമാണ്. ഞാൻ ഡിസംബറിൽ നാട്ടിൽ പോയി, മാതാപിതാക്കളോടൊപ്പം ആയിരുന്നു. കുഞ്ഞുങ്ങളെ വെക്കേഷനൊക്കെ വന്നു, കുഞ്ഞുങ്ങളെ കണ്ടു, ഞാൻ തിരിച്ചു പോയി. എന്നാൽ ഞാൻ എൻ്റെ വീട്ടിൽ ഇളയ മോളായിരുന്നു. ഈ ഷൈജാൻ്റെ മരണം എന്ന് പറഞ്ഞത് എൻ്റെ മാതാപിതാക്കൾക്ക് അത് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. എനിക്ക് പിന്നെ ഒരു ആശ്രയം എന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ എല്ലാവരും സഹോദരങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഭർത്താവ്, നമ്മുടെ കുഞ്ഞുങ്ങൾ, പിന്നെ നമുക്ക് മാതാപിതാക്കളല്ലേ. അപ്പൊ എനിക്കൊരു ആശ്രയം എൻ്റെ മാതാപിതാക്കളായിരുന്നു. ദൈവമുണ്ട്, ദൈവം എൻ്റെ ആശ്രയമാണ്. എങ്കിലും നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇത് പറയാൻ നമ്മുടെ മാതാപിതാക്കളുണ്ടല്ലോ. അങ്ങനെ എൻ്റെ മാതാപിതാക്കള് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളായിരുന്നു. അങ്ങനെ 1 വർഷം കഴിഞ്ഞ്, അതായത് 2021 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് ഓഗസ്റ്റ് മാസം 16-ാം തീയതി ഞാൻ മരിച്ച 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു 22-ാമത്തെ ദിവസമായി എൻ്റെ മാതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ പ്രിയപ്പെട്ടവരൊക്കെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു വിഷമം. പക്ഷെ ഞാൻ പുറമെ ആരോടും പറഞ്ഞില്ല. ഞാൻ തിരിച്ച് എൻ്റെ പിതാവിൻ്റെ ഫ്യൂണറൽ സർവീസിന് എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ എൻ്റെ മാതാവിൻ്റെ ഫ്യൂണറലിൻ്റെ സമയത്ത് ഞാൻ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴെനിക്ക് ഒട്ടും പറ്റാത്തൊരവസ്ഥ. എൻ്റെ പക്ഷെ റൂമിലുള്ള കൂട്ടുകാരിയൊക്കെ ഭയങ്കര ഹെൽപ്പായിരുന്നു. പക്ഷെ അവരുടെ മുമ്പിലൊന്നും ഞാൻ കരയത്തില്ല. ഞാൻ ബാത്റൂമിൽ കയറി
ആരും കാണാതിരുന്നത് കഴിഞ്ഞു. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, കർത്താവെ ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാനുള്ള കൃപ ദൈവം എനിക്ക് തരണേ എന്ന് പറഞ്ഞു. ഒരു സാഹചര്യത്തിൽ ഞാൻ ഈ വിശ്വാസത്തിൽ നിന്ന് പോകുമോന്ന് പോലും ഒരു സാഹചര്യം വന്നു. ആ ബോഡി മോർച്ചറിലൊക്കെ ഇരുന്ന സമയത്തൊക്കെ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. എനിക്ക് രാത്രിയിൽ ഉറക്കമില്ല, എനിക്ക് നെഞ്ചിനകത്ത് വേദന, എനിക്ക് പുറത്ത് വേദന. ഞാനപ്പോൾ ആരോടും പറയത്തില്ല, കാരണം ഇനി എനിക്ക് ജീവിക്കണ്ട. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഇത് മോളോട് പറഞ്ഞു. അപ്പൊ മോൾ എന്നോട് പറഞ്ഞു, അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ആരാ ഉള്ളത്. അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ ആത്മഹത്യ ഒരു ലോകപ്രകാരമുള്ള വ്യക്തിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആത്മഹത്യ ചെയ്തേനെ, അല്ലെങ്കിൽ മാനസികമായിട്ട് തകർന്നു പോയേനെ. എന്നാൽ അതിനൊന്നും ഇടയാക്കാതെ വേണം ദൈവം എന്നെ ഇത്രത്തോളം ബലത്തോടെ സൗഖ്യത്തോടെ നിർത്തി. ദൈവം നടത്തി. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. സകല മാനവും മഹത്വവും എൻ്റെ കർത്താവിന് ഞാൻ അർപ്പിക്കുന്നു. എല്ലാവരും എന്നോട് പറയും, നീ ധൈര്യപ്പെട്ടിരിക്കണം, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണം. പക്ഷെ നമ്മൾ മനുഷ്യമായി നോക്കുമ്പോൾ മനുഷ്യന്റെ വാക്കുകളൊന്നും നമുക്ക് ഒരു ധൈര്യവും തരത്തില്ല. കർത്താവ് നമ്മളെ ബലപ്പെടുത്തിയാലേ ആ ബലം, ആ സന്തോഷം അത് നിലനിൽക്കത്തുള്ളൂ. എത്രത്തോളം ദൈവം എന്നെ സഹായിച്ച് എനിക്ക് തോന്നുന്നു, ഒത്തിരി സമയമായെന്ന് തോന്നുന്നു. എന്നെ എത്രത്തോളം കേട്ടിരുന്ന എല്ലാ ദൈവമക്കളോടുള്ള നന്ദി അറിയിക്കുന്നു. വീണ്ടും എന്നെയും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. തുടർന്നും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പലപ്പോഴും ഞാൻ പുറകോട്ട് പോകുന്ന അവസ്ഥയാ. എങ്കിലും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണേ എന്ന് അപേക്ഷിക്കുന്നു. ഭയങ്കര അവസരം ഒരുക്കി തന്ന പ്രിയ സോഫിയാൻ്റിയോടും ഗ്രൂപ്പിനോടുള്ള പ്രത്യേക നന്ദിയെ ഞാൻ അറിയിക്കുന്നു. പ്രൈസ് ലോർഡ്. ഇത് കഴിഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി സമയമായല്ലോ. ദൈവം എന്നെ നടത്തി, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ നിന്നതല്ല, ദൈവം എന്നെ നിർത്തിയത്. ദൈവത്തിന്റെ എല്ലാ കരുതലും ഞാൻ നന്ദി പറയുന്നു. പ്രൈസ് ലോർഡ്. ഇനി അവസരം കിട്ടുമ്പം ഇതുപോലെ ബാക്കിയൊക്കെ പറയണം കേട്ടോ.